റെഡിയാക്കി വെച്ചോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ചേരം ഇരിക്കൂലേ? ഇരിക്കുവോ? നിർത്തണോ പറയണോ? എന്നാ കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. ഞാൻ പൈസ വയ്ക്കുമ്പോൾ ഇതുപോലെ അൽഹംദുലില്ലാ. പേടിക്കൊന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് കബീർ ഉസ്താദ് ഉണ്ടോ? നിങ്ങൾ ഭയക്കണ്ട. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന്റെ നാവിൽ അങ്ങനെ ഒരു അസർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ കൊതിച്ചിരുന്നിട്ടുണ്ട് കുറച്ചനെ. എങ്ങനെയാണ് ഞാനൊക്കെ അൽഹംദുലില്ലാ. എനിക്ക് ഞാൻ പറയുന്നു, ഈ ഹംദാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം പടച്ചോനെ എങ്ങനെ അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തി മാറിക്കൊടുക്കും. ഇത് മതി രക്ഷപ്പെടാൻ. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന്റെ ആയുസ് അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക. തന്റെ അള്ളാഹു കൊടുത്ത ജീവിതം അതിനുവേണ്ടി അൽഹംദുലില്ലാ നമുക്കൊക്കെ അതൊരു ഇസ്സത്താ. അള്ളാഹു സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. കാരാളി കോണത്ത് കാഞ്ഞാറ് കിടക്കുന്നത് എവിടെ? കാരാടി കോണം കിടക്കുന്നത് എവിടെ? അൽഹംദുലില്ലാ, നല്ല രീതിയിൽ അൽഹംദുലില്ലാ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്നേഹിക്കൂലേ? സ്നേഹിക്കോ? സ്നേഹിച്ചാ പോരാ, ഓതണം. സ്നേഹിച്ചാ പോരാ, ഓതണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് സ്നേഹിക്കൂലേ? ഏത് സൂറത്ത്? ഏത് സൂറത്ത്? എന്റെ പ്രിയമുള്ളവരെ, ആരും വെറുതെ ഓതണ്ട. ഈ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ ആരും വെറുതെ സ്നേഹിക്കണ്ട. ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? ഇത് പരിശുദ്ധമായ ഖുർആനാണല്ലോ, ഇത് അല്ലാഹുവിന്റെ കലാമാണല്ലോ. ആ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്നാണല്ലോ. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണമെന്നാണല്ലോ. അതിനു വേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാണ് പറഞ്ഞത്. വീട്ടിൽ കടന്നു മരിച്ചാലും, റോഡിൽ കടന്നു മരിച്ചാലും, കടലിൽ കടന്നു മരിച്ചാലും, ഐസുവിനകത്ത് കടന്നു മരിച്ചാലും, വഅദിന്റെ മജ്‌ലിസിൽ വെച്ച് മരിച്ചാലും, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്നു മരിച്ചാലും എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അതാ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത്. ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിൽ എന്തിനാ മരിക്കാൻ കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയിരുന്നിട്ട് വാപ്പാ പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത് വാപ്പായിക്ക് അറിയാനിട്ടല്ലോ. പറയല് പാടാടോ, പറയല് പാടാടോ. താടിയും തഴമ്പിലും ഒന്നും കാര്യമില്ല. അല്ലാഹുവിന്റെ ഖലീലായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടി പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ അല്ലാഹു പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യം ലോകത്തില്ലല്ലോ. ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചത് സ്വർഗമായിരുന്നല്ല. അല്ലാഹുവേ സ്വർഗം തരണമെന്നല്ല ചോദിച്ചത്. റബ്ബിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇത് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഖലീലിന് ഉറപ്പില്ലായിരുന്നു. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ഉപ്പാ ചെറുപ്പക്കാരാ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുന്ന
യൂസുഫ് നബി ചെയ്ത ദുആ എന്തെന്നറിയുമോ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. ഈജിപ്തിന്റെ ഭരണാധികാരിയായ യൂസുഫ് നബി പടച്ച റബ്ബിനോട് പറയുന്നു, അധികാരമല്ല, സ്വപ്ന വ്യാഖ്യാനമല്ല, യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, ഈമാനുള്ള മരണം വേണം പടച്ചവന്, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം പടച്ചവന്. പ്രവാചകന്മാര് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ, പ്രവാചകന്മാര് മരിക്കാൻ കിടക്കുമ്പോ തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തതെന്തെന്നറിയുമോ? ഇബ്രാഹിം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് ചാടി എഴുന്നേൽക്കുകയാ. നബി തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് ആയിഷ ബീബി എഴുന്നേൽക്കുന്നത്. നബി തങ്ങൾ സുജൂദിലാണ്, നബി തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്, നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. അടുത്തു ചെന്ന് നോക്കുമ്പോ എന്താണ് പറയുന്നതെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, ഒരാൾക്കും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല ആയിഷ. പടച്ചറബ് കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലടോ. അതുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നവര് കാരാളികോണം പള്ളിയിലെ വെള്ളിയാഴ്ച മയ്യത്ത് കൊണ്ടുവന്നതൊക്കെ ഓർമ്മയുണ്ടോ? പണ്ട് വെള്ളിയാഴ്ചയായപ്പോ പടച്ചവനെ എത്രയോ പേരെ കൊണ്ടുവന്ന് ജുമാ നമസ്കരിക്കാൻ വന്നവരും മുഴുവനും അവിടെ നിന്ന് മയ്യത്ത് നിസ്കരിച്ച് കബറടക്കുമായിരുന്നല്ലോ. ഇന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നില്ല, കഴിഞ്ഞയും വെള്ളിയാഴ്ച കഴിഞ്ഞില്ല. ആരെയാണോ കൊണ്ടുവന്നത് അതുപോലെ ജനാസകൾ കൊണ്ടുവരുന്ന കാലമൊക്കെ മാറിയില്ല. നല്ല മരണം കാണാനില്ലല്ലോ. നല്ല മരണം കിട്ടിയവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ. നല്ല മരണം കിട്ടിയ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖത്ത് നോക്കിയാ അടയാളം കാണോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല മരണം വേണ്ടേ? ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്തില്ലേ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാണ്, ഈമാനുള്ള മരണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണ്ടേ വാപ്പാ? പടച്ച റബ്ബേ, അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും, അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. രണ്ടാമത്തെ പ്രതിഫലം എന്നറിയോ? മരിച്ചു കിടക്കുന്ന ചിലരുടെ മുഖം കണ്ടാ, ചിലരുടെയൊക്കെ മയ്യത്ത് കാണുമ്പോ കൊതി തോന്നുമല്ലോ, ആഗ്രഹിച്ചു പോകുമല്ലോ. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം തമ്പുരാന്. എന്തൊരു പ്രകാശമാ പടച്ചവര്, എന്തൊരു പുഞ്ചിരിയാ പടച്ചവര്. അല്ലാഹുവേ, ചിലരുടെ മയ്യത്ത് കാണുമ്പോ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെയല്ലേ മരിക്കേണ്ടത്, അങ്ങനെയല്ലേ
നീയല്ലേ മരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. 2, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയോ. അതിനു വേണ്ടി പരിശ്രമിക്കുക പെങ്ങള്, അതിനു വേണ്ടി പരിശ്രമിക്കുക പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചോ. 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ധാരാളി ഗുണത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, നല്ല കാര്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹു തരുന്ന 3ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? റബ്ബേ, ധാരാളി ഗുണം പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നാട്ടുകാര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ, വീടിന്റെ മുന്നിൽ ടാർപ്പ വലിച്ചു കെട്ടുമല്ലോ, വീടിന്റെ സൈഡില് നിന്നെ എടുത്തുകൊണ്ടുപോയി മലർത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുമല്ലോ, നഖത്തിനിടയിൽ അഴുക്കുകൾ എടുത്തു മാറ്റുകയാണ്, മനോഹരമായി നിന്നെ കുളിപ്പിക്കുകയാണ്, പടച്ചവനെ നിന്നെ ഉതുവെടുപ്പിക്കുകയാ. അവിടെന്ന് നല്ലതുപോലെ തുടയ്ക്കുമല്ലോ, നല്ലതുപോലെ വൃത്തിയാക്കുമല്ലോ. എന്നിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. എന്നിട്ട് പടച്ച റബ്ബേ, സുഗന്ധം തേച്ച പഞ്ഞി എടുക്കുകയാ, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. സുഗന്ധം തേച്ച പഞ്ഞിയെടുത്തിട്ട് നിന്റെ മൂക്കിന്റെ ധാരത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ ഇതാ പൊതിയാൻ പോകുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ വീട്ടില് വല്ലാത്ത തിരക്കാടാ, നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ്, നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ് വല്ലാത്ത തിരക്കാട്. പടച്ചവനെ ആള് കൂടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാറ്. ഇവിടെ നിന്ന് പൊതിയുകയാണ്. കാരാളി കോണം പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടില് നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നല്ലോ, എടുത്തു വെക്കുമല്ലോ, എടുത്തു വെക്കുമല്ലോ. ചെറുപ്പക്കാരാ, ആരാടാ മോനെ നിന്റെ ജനാസ ചുമക്കണ്ടതാരാട്, നിന്റെ ജനാസ ചുമക്കണ്ടതാരാട്? പടച്ചവനെ, നീ സാധാരണ ഒരാളല്ലല്ലോ, കണ്ണുകുടിയനല്ലോ, വ്യഭിചരിക്കുന്നവനല്ലോ, പലിശ തിന്നുന്നവനല്ലോ, നിസ്കരിക്കാത്തവനല്ലോ. പിന്നെ നിന്റെ ജനാസ ആരാടാ ചുമക്കണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവര്, സ്നേഹിക്കുന്നവര്, ഓതാൻ തീരുമാനിച്ചവര്, നിന്റെ ജനാസ ചുമക്കുന്നതാരാ? കാരാളി കോണം പള്ളിയൊന്നും തികയില്ലടോ, ഫൗണ്ടേഷനൊന്നും തികയില്ലടോ, ഈ നാട് മുഴുവനും നിറയുമല്ലോ. ഇരിക്കുന്ന ചിലരുടെ ജനാസ കൊണ്ടുവെക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയും പരിസരവും നിറയുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും മഗ്രിബ് കഴിഞ്ഞ് സീരിയൽ കണ്ട് ആസ്വദിക്കുമ്പോ
അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് വാക്കിയ ഓതിയ ഉമ്മ, റഹ്മാൻ ഓതിയ ഉമ്മ, സജദ ഓതിയ ഉമ്മ, അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു ചുടുചുംബനം കൊടുത്ത ഉമ്മ, നിന്റെ ജനാസ കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ല, പ്രസിഡന്റ് വരില്ല, കേന്ദ്രമന്ത്രിമാര് വരില്ല, സാക്ഷാൽ സൗദിയുടെ ഭരണാധികാരി വരില്ല. പിന്നെ ആര് വരുമെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ധാരാളി കോണത്തേക്ക് ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാ. നിന്റെ ജനാസ ചുമക്കാൻ, നിന്റെ ജനാസ ചുമക്കാൻ. പടച്ചവനെ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. ധാരാളികോണം മുഴുവനും നിറയുകയാ. പടച്ചവനെ, അതിനല്ലേ മരണമെന്ന് പറയുന്നത്? ഇതിനാണോ മരണമെന്ന് പറയുന്നത്? മരിച്ചാൽ ഇങ്ങനെയാ മരിക്കേണ്ടത്, മരിച്ചാൽ ഇങ്ങനെയാ മരിക്കേണ്ടത്. സിറാജ് വെറുതെ പറഞ്ഞതല്ല, തെളിവ് വേണോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. 60 കൊല്ലം ജീവിച്ചില്ല. പാപ്പാ, നിന്നെ പോലെ 50 കൊല്ലം ജീവിച്ചില്ല. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ, 6 വർഷമേ ജീവിച്ചുള്ളൂ. പക്ഷേ ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കണ്ടവർ കൊതിക്കുകയാണ്. എന്തൊരു പ്രകാശമാ പടച്ചവര്, എന്തൊരു പുഞ്ചിരിയാ പടച്ചവര്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. അല്ലാഹ്, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. അവിടുന്ന് ചുമക്കുമ്പോ സഹാബത്ത് പറയുകയാ, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. അല്ലാഹുവേ, സ്വഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. ജനാസ കൊണ്ടുപോകുമ്പോ നബിതങ്ങൾക്ക് സ്ഥലമില്ല, നബിതങ്ങൾക്ക് നടക്കാൻ സ്ഥലമില്ല. മുത്തുനബി അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. പടച്ച റബ്ബേ, സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്തേ നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത്? എന്തേ നബിയേ? സ്ഥലമില്ല സ്വഹാബ, സ്ഥലമില്ല സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് സ്ഥലമില്ല നടക്കാറ്, എനിക്ക് സ്ഥലമില്ല നടക്കാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് തള്ളവിരൽ കുത്തിക്കെട്ട് നടന്നു പോവുകയാ. പ്രതിഫലം കേൾക്കണോ പെങ്ങള്, പ്രതിഫലം കേൾക്കണോ പെങ്ങള്? പടച്ചവനെ, കാരാളികോണം പള്ളിയിലെ കബറ് കുടിക്കുന്നവനെ നിങ്ങൾക്കറിയുമല്ലോ. ആരാ കബറ് കുടിക്കുന്നതെന്നറിയുമല്ലോ. ചെല്ലടോ ആ മനുഷ്യനോട്. നാളെ രാവിലെ നീ കാണുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുവല്ല അടയാളവും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കബറ് കുടിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് നിങ്ങൾക്ക് വേണ്ടി കബറ് കുടിക്കുകയാ. അവിടുന്ന് കബറ് കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ.
മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. ഖബർ പിടിക്കുന്നവൻ പോലും കൊതിക്കുകയാണ്, ആ മനുഷ്യൻ പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. കാരാടികോളത്തുള്ളവര് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് മക്കളുള്ള നാടല്ലേ, അഫ്ലീങ്ങളുള്ള നാടല്ലേ. പഠിച്ചവരെ എത്ര വലിയ ഭാഗ്യവാന്മാരാ. കാരാടികോണം പള്ളിയില് ഒരു ജനാസ കൊണ്ടുവച്ച ഒരുപാട് ഹാഫിളീങ്ങളുടെ ദുആയുണ്ടല്ലോ, ഒരുപാട് ഹാഫിളീങ്ങളെ നിസ്കരിക്കുമല്ലോ. എത്ര വലിയ ഭാഗ്യം ചെയ്തവരാടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ പിടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത പരിമളമാ. ഖബർ കുടിച്ചു, അവസാനം വൃത്തിയാക്കുമല്ലോ, മണ്ണൊക്കെ തുടയ്ക്കുമല്ലോ. അവസാനം മാറടി മണ്ണിന്റെ അടിയിൽ നിന്ന് ആ ഖബർ പിടിക്കുന്ന മനുഷ്യൻ ഒരു പിടി മണ്ണ് വാരിയെടുക്കുകയാ, ആരും കാണാതെ തന്റെ മടിയിലേക്ക് വെക്കുകയാ. ഖബറെല്ലാം അടക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലെ മണ്ണുണ്ടല്ലോ, കസ്തൂരിയെ പോലെ വല്ലാത്ത സുഗന്ധമാ. വീട് മുഴുവനും സുഗന്ധമാണ്, വീട് മുഴുവനും സുഗന്ധമാണ്. റബ്ബേ, ആ ഖബർ കുടിച്ച മനുഷ്യനെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാ. അവിടുന്ന് സ്വപ്നം കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, സഅദേ എങ്ങനെയാ മോനെ നിനക്കല്ല ഈ പ്രതിഫലം തന്നത്? എങ്ങനെയാണ്? നീ മരിച്ചപ്പോ റബ്ബിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എന്ത് നന്മയാ ചെയ്തത്, എന്ത് നന്മയാ ചെയ്തത്? എനിക്കൊന്ന് പറഞ്ഞതാ സഅദേ, ഞാനല്ലേ നിനക്ക് ഖബർ കുഴിച്ചു തന്നത്. ആ സമയത്ത് സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പുണ്ടല്ലോ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാര്, സഅദ് തങ്ങൾ പറയുകയാ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിനെ ഞാൻ പാരായണം ചെയ്യുമായിരുന്നു. ഈ രണ്ട് നന്മകൾക്ക് പകരമായിട്ടാണ് അല്ലാഹു എനിക്ക് ഈ പ്രതിഫലം തന്നതെന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇത് വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ ഖുർആനിനെ പാരായണം ചെയ്താൽ, അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് അഞ്ചെണ്ണമാണ്. ഒന്ന് നല്ല മരണം, രണ്ട് മുഖത്ത് പ്രകാശം, മൂന്ന് ജനാസ ചുമക്കാൻ മലക്കുകൾ വരും. അല്ലാഹുവേ, നാല് ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. അഞ്ച് ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ, ആ സ്വർഗം നിങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഖുർആനിനെ പരിഗണിച്ചോ, ആയത്തുകളെ പരിഗണിച്ചോ. ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളെ അവഗണിക്കുന്നവര് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വൈന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. രണ്ട്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതകിമൂൻ.
ഏഴാമത്തെ ശിക്ഷ. 3 വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. എന്റെ ജ്യേഷ്ഠന്റെ മയ്യത്ത് ഇങ്ങനെ അവസാനം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പൊതിയാൻ പോവാ. മയ്യത്ത് പൊതിയാൻ സമയമാകുമ്പോ ആരോ പറഞ്ഞു ഉമ്മാനെ ഒന്ന് കാണിക്കാൻ. ആരോ ഉമ്മാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. എന്റെ ഇക്കാട ജനാസയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചപ്പോ ആ സാധുവിന്റെ നെഞ്ചു പൊട്ടുന്നു. അതൊരു വേദന. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദന. ഇന്നലെയും പറഞ്ഞു എന്റെ മോൻ ഇന്നലെ ഇങ്ങനെ സങ്കടം പറഞ്ഞു. തന്റെ പൊന്നാര മകന്റെ ജനാസയുടെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹിനോട് പറയാം, പടച്ചോനെ എന്റെ മോന് സ്വർഗം കൊടുക്കണേ. ആ ഒരു വേദനയോടുകൂടി ഒരു ഉമ്മയുടെ ദുആ. ഒരു ഉമ്മ ആരാണെന്ന് കബീർ ഉസ്താദൊക്കെ ഉമ്മയെ കുറിച്ച് ഇവരൊക്കെ ഉമ്മയുടെ ജീവിതത്തിൽ ഉമ്മയുടെ ദുആയിൽ രക്ഷപ്പെട്ടവരാണ്. ഉമ്മയൊക്കെ പറയുമ്പോ കബീർ ഉസ്താദിന്റെ ഒക്കെ കണ്ണ് നിറയാറുണ്ട്. ആ ഉമ്മയുടെ ദുആയോളം ലോകത്ത് വിലയുള്ള ഒന്നുമില്ലല്ലോ. തന്റെ പൊന്നു മകന്റെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ മകന് റബ്ബേ നീ സ്വർഗം കൊടുക്കണമെന്ന് പറഞ്ഞ ആ ദുആ തട്ടിക്കളയാൻ അല്ലാഹ്ക്ക് പറ്റും. ഓന് പെണ്ണും കിട്ടിയില്ല, വീടും കിട്ടിയില്ല, പക്ഷെ നല്ല മരണം കിട്ടി. നമ്മളൊക്കെ പറയുമല്ലോ, വെള്ളിയാഴ്ച മരിച്ചു, ഹജ്ജിന് പോയപ്പോ മരിച്ചു, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ മരിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. ആദിക്കാട്ട് കുളങ്ങര പള്ളിയിൽ അസറിന് ഇമാമത്ത് നിന്നു ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ വയ്യ. പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല. അല്ലാഹു ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പഠിക്കണമെങ്കിൽ പഠിക്കണം. അസറിന് പള്ളിയിലെ ഇമാമ്, മഗ്രിബിന് ആ ഇമാമിന്റെ ജനാസ പള്ളിയുടെ മുമ്പിൽ. ഇതിനെക്കാരും വലിയൊരു ഉപദേശം ലോകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോ എവിടെ വെച്ചാ മരണം വരുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ വഴുതി നിർത്തുകയാ, ലാസ്റ്റ് ദിവസമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മൾക്കൊക്കെ മക്കളെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മയ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ വാപ്പ മരിച്ചാൽ നിങ്ങൾക്ക് കുളിപ്പിക്കാൻ അറിയോ? നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കൾ കുളിപ്പിക്കുക. അതാ ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കണതൊക്കെ നമ്മുടെ ജനാസ കുളിപ്പിക്കാൻ പോലും നമ്മുടെ മക്കൾക്ക് അറിയില്ല. വാപ്പാടെ ഖബർ എവിടാണെന്ന് ചോദിച്ചാ പള്ളിപ്പറമ്പിലെ കാരാളി കോണം പള്ളിയുടെ ഖബർസ്ഥാനിലെ എവിടെ ആടാ അതറിയില്ല. ഓന് പോകാനും സമയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണം സഹോദര. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്തു വെക്കണം, എങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഉസ്താദ് പറഞ്ഞു, സിറാജ് ഇവിടെ ചെറിയൊരു തെക്കാവുണ്ട്. ഇപ്പൊ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അൽഹംദുലില്ലാ, അതിന്റെ താഴ്ഭാഗം നിസ്കരിക്കുവാനുള്ള സൗകര്യം ഒരുക്കണം. മുകളിൽ ഇൻഷാ അല്ലാഹ് മദ്രസ നടത്തണം എന്ന ഒരു ലക്ഷ്യം. അൽഹംദുലില്ലാ, അതിന്റെ പിരിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, എനിക്കറിയുന്ന ഒരു ഉസ്താദ് 36 വയസ്സുണ്ട്. 36 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ലെൻസിൽ കൊറോണ ബാധിച്ച് ലെൻസിൽ ബാധിച്ച് അവസാനം ന്യൂമോണിയായി. അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഡോക്ടർ നേഴ്സുമാരോട് പറയുന്നു, ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വിളിച്ചു പറഞ്ഞേക്കാൻ, അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് കേട്ടുകൊണ്ട് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സുമാര് ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ ഉസ്താദ് കടന്ന് വല്ലാതെ കരയുന്നുണ്ട്, മറ്റുള്ള രോഗികളുടെ മുന്നിൽ കിടന്ന് കരയുന്ന, ഡോക്ടർ ഒന്ന് വരണം. ആ ഡോക്ടർ അടുത്തേക്ക് ചെന്നു. 36 വയസ്സുള്ള ഉസ്താദിന്റെ അടുക്കൽ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു, നിങ്ങൾ ഇവിടെ കിടന്ന് കരയരുത്, നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിച്ചിട്ട് ഞാൻ കരയല്ല, മരിക്കാനുള്ള പേടി കൊണ്ട് ഞാൻ കരയുകയല്ല. എന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടന്നപ്പോഴേ അല്ല എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനല്ല ഞാൻ കരയുന്നത്. അപ്പൊ ഡോക്ടർ ചോദിക്ക, ഭാര്യയും മക്കളെയും, ഒരു കുട്ടിക്ക് 7 വയസ്സ്,
രണ്ടാമത്തെ കുട്ടി ചെറിയ കുട്ടിയാ. ഡോക്ടറോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളെയും ഭാര്യയും ഓർത്തിട്ടാണോ? അപ്പോഴും ഉസ്താദ് പറഞ്ഞല്ല. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? ആ മുസ്ലിമായ ഡോക്ടറുടെ കണ്ണുപോലും നിറഞ്ഞുപോയിപ്പോ ആ ഉസ്താദിന്റെ മറുപടി കേട്ട് എന്തേ പറഞ്ഞെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ രക്ഷപ്പെടാൻ എന്റെ കയ്യിലൊന്നും ഞാൻ ചെയ്തു വെച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ പോകുമ്പോ എന്തെങ്കിലും എന്റെ കയ്യിൽ രക്ഷപ്പെടാൻ? ഈ നിരന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി നീ മരിച്ച നിന്റെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ധൈര്യമുണ്ട് നമുക്ക് ആർക്കെങ്കിലും? ഒരു റക്അത്ത് നിസ്കാരം, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു രൂപ സദഖ കൊടുത്തത് ഒന്നുമില്ലടോ. പിന്നെ എന്തിനാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? നമുക്കൊക്കെ ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്ത് കണ്ടോണ്ടാ ഞാനും നിങ്ങളിങ്ങനെ നടക്കുന്നത്? എപ്പോ എവിടെ വെച്ച് വേണമെങ്കിലും വീണു മരിച്ചു പോകുന്നത് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നന്നാകും. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഈ മക്കളെ ഒന്നും വിശ്വസിച്ച് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിലില്ല. എത്രയോ പേരിന്ന് കാരാളികോണം പള്ളിയുടെ മുമ്പിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോ പിരിവിന് നിൽക്കുന്ന പലരെയും കണ്ടു. നീ അവരെ മാത്രമേ കണ്ടുള്ളൂ. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പിരിവെടുക്കാൻ നിന്നവരെ മാത്രമേ നീ കണ്ടുള്ളൂ. കാരാളികോണം പള്ളിയുടെ പുറകിൽ പള്ളിപ്പറമ്പിനകത്ത് ചില ഖബറാളികളും യാചിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ ഖബറിനകത്ത് കിടന്നിട്ട് ചില ബാപ്പയും ഉമ്മയും, പടച്ചവനെ എന്റെ മക്കളോ കുടുംബക്കാരോ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഈ ദുനിയാവിൽ ആരെങ്കിലും എനിക്ക് ദുആ ചെയ്യണേ എന്ന് ഖബറാളി യാചിക്കുന്നുണ്ട് എന്ന് നബിയനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്കൊരു നന്മ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തവരാ. സ്വർണ്ണമിടാത്ത ആരുമില്ലല്ലോ. ഹാഫിളുകൾ ഉണ്ടല്ലോ, ഉസ്താദന്മാരുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസിൽ ഒരു ദുആ കിട്ടിയാൽ നീ രക്ഷപ്പെടില്ല സഹോദരി. അല്ലാഹ് മാത്രം അറിഞ്ഞാൽ മതി, ആരും അറിയണ്ട. നിന്റെ പേര് വേണ്ട, അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, പള്ളിക്ക് വേണ്ടി അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയുന്നതിനേക്കാളും വലിയ പുണ്യം ലോകത്തില്ലല്ലോ. ഉസ്താദെ, എനിക്ക് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അള്ളാഹുവെ എനിക്ക് സ്വർഗം കണ്ടിട്ട് ഷഹാദത്ത് കരിമ പറഞ്ഞിട്ട് മരിക്കണം ഉസ്താദെ. എന്റെ ജനാസ കാണുന്നവര് മുഴുവനും പറയണം, ഞാൻ മരിച്ചതുപോലെ മരിക്കണം. അള്ളാഹു എനിക്കൊരു നല്ല മരണം എനിക്ക് തരണം. ഇത് മാത്രമേ ഉള്ളൂ. കാരണം കരുണ ചെയ്താൽ അള്ളാഹു കരുണ ചെയ്തവർക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. സ്വർണമിടാത്ത ഒരു പെണ്ണും ഈ മജ്‌ലിസിലില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ, സംഘാടകർ നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു, നല്ല മനസ്സോടെ ഇഖ്ലാസോടെ, അല്ലാഹ് എനിക്ക് രക്ഷപ്പെടണം, നിന്റെ പേര് പറയരുത്, ഒരു നല്ല ഒരു സദഖ, എന്താണ് ദുആ ചെയ്യേണ്ടത്? ഒരു സ്വർണം എനിക്ക്, ഇത്രയും പെണ്ണുങ്ങൾ നൂറുകണക്കിന് പേരിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ എനിക്കൊരു സ്വർണം ഊരി തരണം. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേരിരിക്കുന്നു. നിങ്ങളൊക്കെ കൊടുത്തവരാ, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ പള്ളിയുടെ മദ്രസയുടെ ആ പള്ളിയുടെ പണി നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, അത് ചെറുതോ വലുതോ എന്തുമാകട്ടെ, ഇൻഷാ അല്ലാഹ് ഒരു സദഖ എനിക്ക് ഈ മജ്‌ലിസിൽ നിന്ന് വേണം ഇൻഷാ അല്ലാഹ്. ഞാൻ കൂടുതലൊന്നും, ഞാനും ഖുർആനിനെ സ്നേഹിക്കുന്നവരാ. ഉസ്താദിന്റെ ഒക്കെ വഅദ് കേട്ടിട്ടാണ് നമ്മളൊക്കെ പഠിച്ചത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഖുർആനിനെ വല്ലാതെ സ്നേഹിക്കുന്നു. ഉസ്താദ് എപ്പോഴും ഖുർആനിന്റെ ആയത്തിനെ കുറിച്ച് 6666 എന്ന് പറയുന്ന ഒരു സംഖ്യ, അതിനെ കുറിച്ച് വഅദ് പറഞ്ഞ ആൾക്കാരാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദെ, എനിക്ക് അല്ലാഹു ആയുസ് തന്നാൽ ആ പള്ളിയുടെ പണിക്ക് വേണ്ടി 6666 രൂപ ഖുർആനിന്റെ ആയത്തിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാൻ. എനിക്ക് 10 പേര് വേണമെന്നൊന്നുമില്ല. ഈ മജ്‌ലിസിൽ വെച്ച് അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരാൾ മതി. അൽഹംദുലില്ലാഹ്, നല്ല മനസ്സോടെ ഒന്ന് എഴുന്നേൽക്കണം ഇൻഷാ അല്ലാഹ്. 2 സഹോദരങ്ങൾ എഴുന്നേറ്റ്. ഇനി ആരാ? 2 പേരായി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അതുകൊണ്ട് 3 ആയത്തുകൾ പഠിച്ചു. ബാക്കി അവിടെ ഇരിക്കട്ടെ. ഈ 3 ആയത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അമൽ ചെയ്യുക. അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? പ്രതിഫലം കേട്ടില്ലേ? കാരാളികോണം പള്ളിയിൽ വെള്ളിയാഴ്ച മയ്യത്ത് കൊണ്ടുവച്ച ദിവസം ഓർമ്മയുണ്ടോ? അടുത്തെങ്ങാണ് ഇന്ന് കണ്ടോ? അൽഹംദുലില്ലാഹ്, കണ്ടാ? വെറുതെ നടക്ക ഒരു ഭാഗ്യവതിയായ ഉമ്മ വെള്ളിയാഴ്ച മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാണ്. അള്ളാഹു ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ നടന്നാ മതിയോ? നമുക്കും പോകണ്ടേ?
എന്തായാലും നമ്മളൊരു ദിവസം പോകും, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം പോകുമ്പോൾ നല്ലതുപോലെ പോകും. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്ന അറിയൂ? അടയാളം വല്ലതും ഉണ്ടോ? മരിക്കാൻ ക്യാൻസറോ ട്യൂമറോ വല്ലതും ഒന്നും വേണ്ടടോ. മരിക്കാൻ ഒരു രോഗവും വേണ്ട, ഒറ്റ രോഗം വേണ്ട. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا على دهري. രാവിലെ കെട്ടിപ്പിടിച്ച് ചുംബനം തന്നിട്ട് ജോലിക്ക് പോയ വാപ്പാനെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലെത്തിക്കുന്നത് നീ കണ്ടതല്ലേ? രാത്രി തന്റെ മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് സ്നേഹത്തോടെ ഗുഡ് നൈറ്റ് പറഞ്ഞ് സലാം പറഞ്ഞ് കയറിക്കിടന്ന വാപ്പ രാവിലെ എഴുന്നേറ്റില്ലല്ലോ. മോനെ, ഒരു രോഗവുമില്ലാത്ത ആൾക്കാർ എത്ര പെട്ടെന്ന് വീണു മരിച്ചുപോയില്ലേ? മരണമെന്ന് പറഞ്ഞപ്പോ പേടിയാ. സത്യം പറഞ്ഞാൽ ഇപ്പൊ മരണമെന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ച വീട്ടിൽ പോലും ഇപ്പൊ പോകാറില്ല. മരണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭയം, വേറൊന്നുമില്ല. ഞങ്ങളോടൊക്കെ ഞാൻ എൻ്റെ അടുത്ത് ഫോണിൽ ഇങ്ങനെ പലരും വിളിച്ചിട്ട് പറയും, ഉസ്താദെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മോൻ മരിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, അള്ളാഹുടെ തീരുമാനം, ക്ഷമിക്ക്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ എന്നിങ്ങനെ പറയും. പക്ഷെ ആ മരിച്ച മനുഷ്യന്റെ ആ വിളിച്ചു പറയുന്നവന്റെ മനസ്സിന്റെ ദുഃഖം നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇന്നും ഞാൻ വല്ലാതെ വേദനിച്ചു. കാരണം ഫോൺ ഇങ്ങനെ എടുത്തപ്പോ, ഫോൺ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമ്പോ എന്റെ ജ്യേഷ്ഠന്റെ വീഡിയോ എന്റെ മോനെ എടുത്തു വെച്ച് കളിക്കണ ഒരു ചിത്രം. സാനൊക്കെ ഇതുപോലെ അറിയാം, ഇവരൊക്കെ ഒരുമിച്ച് ഉസ്താദൊക്കെ വല്ലാതെ സ്നേഹിച്ചപ്പോഴും ജ്യേഷ്ഠന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കാറ്. കരാളിയോടൊത്ത് ജോലി ചെയ്ത ആള്. സത്യം പറഞ്ഞ ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ ഒരാൾ നേരെയായിട്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കാണുമ്പോ കല്യാണം കഴിക്കണം ഒരുപാട് താമസിച്ച പെണ്ണ് കെട്ടിയത് അയിമനക്കറിയാം. കബീർ ഉസ്താദ് എപ്പോഴും കാണുമ്പോ ചോദിക്കുക, എന്താ ഡാലി പെണ്ണ് കെട്ടാത്ത അങ്ങനെ ചോദിക്കാറുണ്ട്. താമസിച്ചാണ് വിവാഹം കഴിച്ചത്, നിക്കാഹ് മാത്രം കഴിച്ചു, ഭാര്യയെ വിളിച്ചോണ്ട് വന്നില്ല. ആറ്റിങ്ങൽ ഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട് വെച്ചു. 98% വീടിന്റെ പണി കഴിഞ്ഞു. ഇനി കുറച്ച് ഇന്റർലോക്ക് വിട്ടിട്ട് കുറച്ച് പൈപ്പ് ഫിറ്റ് ചെയ്താൽ മതി. തന്റെ വീടിന്റെ പാല് കാച്ചും ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുന്നത് ഒരുമിച്ച് നടത്താനിരുന്നത്. പക്ഷെ അതിനുള്ള യോഗം ഉണ്ടായില്ല. അല്ലാഹു ഖബറടം വിശാലമാക്കട്ടെ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ജീവിതത്തിൽ പഠിച്ചത് 2 കാര്യമാണ്. എന്റെ ജ്യേഷ്ഠന്റെ കഫാബിൽ മോത്തി ആയുധാണല്ലേ. മരണം കൊണ്ട് പഠിച്ച 2 കാര്യങ്ങളിൽ ഒന്ന്, മരിക്കുകയാണെങ്കിൽ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോ മരിക്കണം? എപ്പോ മരിക്കണോടോ? മരിക്കുവാണെങ്കിൽ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കണം. കാരണം അത് ഒരു ഉമ്മയുടെ ദുആയോളം വിലയുള്ളതൊന്നും ഈ ലോകത്തില്ലല്ലോ. ഞാനത് മനസ്സിലാക്കുന്നത് ഉമ്മയുടെ ദുആയോളം ലോകത്ത് വിലയുള്ള ഒന്നുമില്ല. എന്റെ ജ്യേഷ്ഠന്റെ മയ്യത്ത് ഇങ്ങനെ അവസാനം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പൊതിയാൻ പോവാ. മയ്യത്ത് പൊതിയാൻ സമയമാകുമ്പോ ആരോ പറഞ്ഞു ഉമ്മാനെ ഒന്ന് കാണിക്കാൻ. ആരോ ഉമ്മാനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. എന്റെ ഇക്കാടെ ജനാസയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചപ്പോ ആ സാധുവിന്റെ നെഞ്ചു പൊട്ടുന്നു. അതൊരു വേദന. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദന. ഇന്നലെയും പറഞ്ഞു, പക്ഷേ എന്റെ മോൻ ഇന്നലെ ഇങ്ങനെ സങ്കടം പറഞ്ഞു. തന്റെ പൊന്നാര മകന്റെ ജനാസയുടെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹിനോട് പറയാം, പടച്ചോനെ എന്റെ മോന് സ്വർഗം കൊടുക്കണേ. ആ ഒരു വേദനയോടുകൂടി ഒരു ഉമ്മയുടെ ദുആ. ഒരു ഉമ്മ ആരാണെന്ന് കബീർ ഉസ്താദൊക്കെ ഉമ്മയെ കുറിച്ച്, ഇവരൊക്കെ ഉമ്മയുടെ ജീവിതത്തിൽ ഉമ്മയുടെ ദുആയിൽ രക്ഷപ്പെട്ടവർ. ഉമ്മയൊക്കെ പറയുമ്പോ കബീർ ഉസ്താദിന്റെ ഒക്കെ കണ്ണ് നിറയാറുണ്ട്. ആ ഉമ്മയുടെ ദുആയോളം ലോകത്ത് വിലയുള്ള ഒന്നുമില്ലല്ലോ. തന്റെ പൊന്നു മകന്റെ ജനാസയുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ മകന് റബ്ബേ നീ സ്വർഗം കൊടുക്കണമെന്ന് പറഞ്ഞ ആ ദുആ തട്ടിക്കളയാൻ അല്ലാഹുവിന് പറ്റൂ. ഓന് പെണ്ണും കിട്ടിയില്ല, വീടും കിട്ടിയില്ല, പക്ഷെ നല്ല മരണം കിട്ടി. നമ്മളൊക്കെ പറയുമല്ലോ, വെള്ളിയാഴ്ച മരിച്ചു, ഹജ്ജിന് പോയപ്പോ മരിച്ചു, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ മരിക്കണമെങ്കിൽ ഒരു ഭാഗ്യമാണ്. ആദിക്കാട്ടുകുളങ്ങര പള്ളിയിൽ അസറിന് ഇമാമത്ത് നിന്നു ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ വയ്യ. പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പഠിക്കണമെങ്കിൽ പഠിക്കണം. അസറിന് പള്ളിയിലെ ഇമാമ്, മഗ്രിബിന് ആ ഇമാമിന്റെ ജനാസ പള്ളിയുടെ മുമ്പിൽ. ഇതിനെക്കാരും വലിയൊരു ഉപദേശം ലോകത്തില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോ എവിടെ വെച്ചാ മരണം വരുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ വഴുതി നിർത്തുകയാ, ലാസ്റ്റ് ദിവസമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മൾക്കൊക്കെ മക്കളെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മയ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ വാപ്പ മരിച്ചാൽ നിങ്ങൾ കുളിപ്പിക്കാൻ അറിയോ? നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ മക്കൾ കുളിപ്പിക്കുക. അതാ ചിന്തിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കണതൊക്കെ നമ്മുടെ ജനാസ കുളിപ്പിക്കാൻ പോലും നമ്മുടെ മക്കൾക്ക് അറിയില്ല. വാപ്പാടെ ഖബർ എവിടാണെന്ന് ചോദിച്ചാ പള്ളിപ്പറമ്പിലെ കാരാളികോണം പള്ളിയുടെ ഖബർസ്ഥാനിലെ എവിടെ ആടാ അതറിയില്ല. ഓന് പോകാനും സമയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നമ്മളൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണം സഹോദര. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്തു വെക്കണം, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ഉസ്താദ് പറഞ്ഞു, സിറാജ് ഇവിടെ ചെറിയൊരു തെക്കാവുണ്ട്. ഇപ്പൊ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അൽഹംദുലില്ലാ, അതിന്റെ താഴ്ഭാഗം നിസ്കരിക്കുവാനുള്ള സൗകര്യം ഒരുക്കണം. മുകളിൽ ഇൻഷാ അല്ലാഹ് മദ്രസ നടത്തണം എന്ന ഒരു ലക്ഷ്യം. അൽഹംദുലില്ലാ, അതിന്റെ പിരിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, എനിക്കറിയുന്ന ഒരു ഉസ്താദ് 36 വയസ്സുണ്ട്. 36 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ലെൻസില് കൊറോണ ലെൻസിൽ ബാധിച്ച് അവസാനം ന്യൂമോണിയായി. അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാം. ഡോക്ടർ നേഴ്സുമാരോട് പറയുന്നു, ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെ വിളിച്ച് പറഞ്ഞേക്കാൻ, അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് കേട്ടുകൊണ്ട് കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സുമാര് ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ ഉസ്താദ് കടന്ന് വല്ലാതെ കരയുന്നുണ്ട്, മറ്റുള്ള രോഗികളുടെ മുന്നിൽ കടന്ന് കരയുന്ന, ഡോക്ടർ ഒന്ന് വരണം. ആ ഡോക്ടർ അടുത്തേക്ക് ചെന്നു. 36 വയസ്സുള്ള ഉസ്താദിന്റെ അടുക്കൽ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഞങ്ങൾ ചെയ്തു, നിങ്ങൾ ഇവിടെ കിടന്ന് കരയരുത്, നിങ്ങൾ പ്രാർത്ഥിക്ക്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിച്ചിട്ട് ഞാൻ കരയല്ല, മരിക്കാനുള്ള പേടി കൊണ്ട് ഞാൻ കരയുകയല്ല. എന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കടന്നപ്പോഴേ അല്ല എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനല്ല ഞാൻ കരയുന്നത്. അപ്പൊ ഡോക്ടർ ചോദിക്ക, ഭാര്യയും മക്കളെയും, ഒരു കുട്ടിക്ക് 7 വയസ്സ്, രണ്ടാമത്തെ കുട്ടി ചെറിയ കുട്ടിയാ. ഡോക്ടറോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളെയും ഭാര്യയും ഓർത്തിട്ടാണോ? അപ്പോഴും ഉസ്താദ് പറഞ്ഞല്ല. പിന്നെന്തിനാ നിങ്ങൾ കരയുന്നത്? ആ മുസ്ലിമായ ഡോക്ടറുടെ കണ്ണുപോലും നിറഞ്ഞുപോയിപ്പ ആ ഉസ്താദിന്റെ മറുപടി കേട്ട്. എന്തേ പറഞ്ഞെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ രക്ഷപ്പെടാൻ എന്റെ കയ്യിലൊന്നും ഞാൻ ചെയ്തു വെച്ചിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ പോകുമ്പോ എന്തും എന്റെ കയ്യിൽ രക്ഷപ്പെടാൻ? ഈ നിരന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി നീ മരിച്ച നിന്റെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ നമുക്ക് ആർക്കും? ഒരു റക്അത്ത് നിസ്കാരം, ഒരു സുബ്ഹാനല്ലാഹ്, 1 രൂപ സദഖ കൊടുത്തത് ഒന്നുമില്ലടോ. പിന്നെ എന്തിനാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? നമുക്കൊക്കെ ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി എന്താ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? എന്ത് കണ്ടോണ്ടാ ഞാനും നിങ്ങളിങ്ങനെ നടക്കുന്നത്? എപ്പോ എവിടെ വെച്ച് വേണമെങ്കിലും വീണു മരിച്ചു പോകുന്നത് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നന്നാകും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഈ മക്കളെ ഒന്നും വിശ്വസിച്ച് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിലില്ല. എത്രയോ പേരിന്ന് കാരാളികോണം പള്ളിയുടെ മുമ്പിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോ പിരിവിന് നിൽക്കുന്ന പലരെയും കണ്ടു. നീ അവരെ മാത്രമേ കണ്ടുള്ളൂ. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പിരിവെടുക്കാൻ നിന്നവരെ മാത്രമേ നീ കണ്ടുള്ളൂ. കാരാളികോണം പള്ളിയുടെ പുറകിൽ പള്ളിപ്പറമ്പിനകത്ത് ചില ഖബറാളികളും യാചിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ ഖബറിനകത്ത് കിടന്നിട്ട് ചില വാപ്പയും ഉമ്മയും, പടച്ചവനെ എന്റെ മക്കളോ കുടുംബക്കാരോ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഈ ദുനിയാവിൽ ആരെങ്കിലും എനിക്ക് ദുആ ചെയ്യണേ എന്ന് ഖബറാളി യാചിക്കുന്നുണ്ട് എന്ന് നബിയനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമുക്കൊരു നന്മ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു വരാം. സ്വർണ്ണമിടാത്ത ആരുമില്ലല്ലോ, ഹാഫിളുകൾ ഉണ്ടല്ലോ, ഉസ്താദന്മാരുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസിൽ ഒരു ദുആ കിട്ടിയാൽ നീ രക്ഷപ്പെടില്ല സഹോദരി. അല്ലാഹ് മാത്രം അറിഞ്ഞാൽ മതി, ആരും അറിയണ്ട. നിന്റെ പേര് വേണ്ട, അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ്. ഉസ്താദേ, പള്ളിക്ക് വേണ്ടി അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയുന്നതിനേക്കാളും വലിയ പുണ്യം ലോകത്തില്ലല്ലോ. ഉസ്താദേ, എനിക്ക് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അള്ളാഹുവെ എനിക്ക് സ്വർഗം കണ്ടിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം ഉസ്താദേ. എന്റെ ജനാസ കാണുന്നവര് മുഴുവനും പറയണം, ഞാൻ മരിച്ചതുപോലെ മരിക്കണം.
അള്ളാഹു എനിക്കൊരു നല്ല മരണം എനിക്ക് തരണം. ഇത് മാത്രമേ ഉള്ളൂ. കാരണം കരുണ ചെയ്താൽ അള്ളാഹു കരുണ ചെയ്തവർക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. സ്വർണമിടാത്ത ഒരു പെണ്ണും ഈ മജ്‌ലിസിലില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ, സംഘാടകർ നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു, നല്ല മനസ്സോടെ ഇഖ്ലാസോടെ, അള്ളാഹ് എനിക്ക് രക്ഷപ്പെടണം, നിന്റെ പേര് പറയരുത്, ഒരു നല്ല ഒരു സദഖ, എന്താണ് ദുആ ചെയ്യേണ്ടത്? ഒരു സ്വർണം എനിക്ക്, ഇത്രയും പെണ്ണുങ്ങൾ നൂറുകണക്കിന് പേരിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ എനിക്കൊരു സ്വർണം ഊരി തരണം. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പേരിരിക്കുന്നു, നിങ്ങളൊക്കെ കൊടുത്തവരാ, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ പള്ളിയുടെ മദ്രസയുടെ ആ പള്ളിയുടെ പണി നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, അത് ചെറുതോ വലുതോ എന്തുമാകട്ടെ, ഇൻഷാ അല്ലാഹ് ഒരു സദഖ എനിക്ക് മജ്‌ലിസിൽ നിന്ന് വേണം. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും, ഞാനും ഖുർആനിനെ സ്നേഹിക്കുന്നവരാ. ഉസ്താദിന്റെ ഒക്കെ വഅദ് കേട്ടിട്ട് നമ്മളൊക്കെ പഠിച്ചത്. അൽഹംദുലില്ലാഹ് ഖുർആനിനെ വല്ലാതെ സ്നേഹിക്കുന്നു. ഉസ്താദ് എപ്പോഴും ഖുർആനിന്റെ ആയത്തിനെ കുറിച്ച് 6666 എന്ന് പറയുന്ന ഒരു സംഖ്യ, അതിനെ കുറിച്ച് വഅദ് പറഞ്ഞ ആൾക്കാരാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദേ, എനിക്ക് അല്ലാഹു ആയുസ് തന്നാൽ ആ പള്ളിയുടെ പണിക്ക് വേണ്ടി 6666 രൂപ ഖുർആനിന്റെ ആയത്തിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാൻ, എനിക്ക് 10 പേര് വേണമെന്നൊന്നുമില്ല. ഈ മജ്‌ലിസിൽ വെച്ച് അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരാൾ മതി. അൽഹംദുലില്ലാഹ് നല്ല മനസ്സോടെ ഒന്ന് എഴുന്നേൽക്കണം ഇൻഷാ അല്ലാഹ്. 2 സഹോദരങ്ങൾ എഴുന്നേറ്റു. ഇനി ആരാ? 2 പേരായി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് 2 പേര്. ഇനി ആരാ? സഹോദരിമാര്, പെങ്ങളെ, ഹാഫിളീങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നിനക്ക് ദുആ ചെയ്യാൻ പോവാം. ഒരു സ്വർണം വേണം. ആരാ? ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇത്തിരി നേരം ഇരിക്കെ, ഇന്നും കൂടെ അല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടും ആ സൂറത്ത് ഏതാന്ന് പറഞ്ഞിട്ടില്ല. വേണ്ടവരവിടെ ഇരിക്കെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സഹോദരൻ ദുആ ചെയ്യാൻ, റിജു ഷിഹാബ്, 6666 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാൻ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകണം. സാജിദ 5000 രൂപ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖബറിടം നീ വിശാലമാക്കണേ പടച്ചവനെ. ആ സഹോദരിക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ബദറുദ്ദീൻ എന്ന സഹോദരൻ കാരാളികോണം 5000 രൂപ. അല്ലാഹുവേ ബദറുദ്ദീൻ എന്ന സഹോദരന്റെ സദഖ സ്വീകരിക്കുക റഹ്മാനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. യൂനുസ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ഭാര്യയുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിലെ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 10000 രൂപ സദഖ ചെയ്തിരിക്കുന്ന നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖബറടം വിശാലമാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം റബ്ബേ, ആ പാപത്തിനെ നീ അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും നീ കൊടുക്കല്ലേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടാൻ ഓൺലൈനിലൂടെ കർണാടകയിൽ നിന്ന് 6666 രൂപ. അല്ലാഹുവേ പടച്ചവനെ റഹ്മാനെ, എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ ശിബിരീസ് കർണാടക, അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അതുപോലെ തന്നെ സക്കീർ 6666 രൂപ നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ പടച്ചവനെ. ദാവൂദ് എന്ന സഹോദരൻ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഖബറടം വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. യൂനുസ് റിയാദ് ഹിഫ്ള് പഠിക്കുന്ന മകന്റെ ഓർമ്മശക്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10000 രൂപ തന്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കണേ അല്ലാഹ്. ഒരു ഹാഫിളിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കിട്ടുന്ന പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ സാജിദ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. മരണപ്പെട്ടുപോയ മരുമോന്റെ ബാപ്പായ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ ഖബറടം നീ വിശാലമാക്കണേ പടച്ചവനെ. തെക്കാവിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി ഒരു സഹോദരൻ 5000 രൂപ നീ സ്വീകരിക്കണേ അല്ലാഹ്. അബ്ദുൽ സലീം റേഷൻ കട, അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഒരു സ്വർണ്ണമോതിരം മരണപ്പെട്ടുപോയ ഭർത്താവിനും കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും ദുആ ചെയ്യാൻ അവരുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. ഫസ്ലുദ്ദീൻ വട്ടപ്പാറ മരണപ്പെട്ട
മാതാപിതാക്കൾക്കും മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി 3333 രൂപ സുഖപ്രസവം കൊടുക്കണേ പടച്ചവനെ. ഒരു സഹോദരൻ 10,000 രൂപ മകളുടെ അസുഖം മാറാനും വീട് വെക്കുന്നതിനും പടച്ചവനെ, മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായ ഒരു ഭവനം നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. ജലാലുദ്ദീൻ പടച്ചവനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. സലീം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഭാര്യയുടെ അസുഖം മാറുന്നത് റബ്ബേ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തെക്കാബിന്റെ നിർമ്മാണത്തിലേക്ക് ഫണ്ടിലേക്ക് ഒരു സഹോദരൻ 5000 രൂപ ഷാജി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സിദ്ദീഖ് 10000 രൂപ അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. ആഗ്രഹങ്ങളൊക്കെ നീ സ്വാധിപ്പിക്കണേ അല്ലാഹ്. അബ്ദുൽ സലീം റിയാസ് മനസ്സിലിൽ 5000 രൂപ. റസിയ മരണപ്പെട്ടുപോയ ഭർത്താവിനും മക്കളുടെ ബിസിനസ് പുരോഗതിക്കൊക്കെ ദുആ ചെയ്യാൻ 5000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എല്ലാവരും ആ പുറത്തേക്കണവരൊക്കെ ഒന്ന് ഇറങ്ങിയെങ്കിൽ നമുക്ക് ദുആ ചെയ്യാമായിരുന്നു. അവിടെ നിൽക്കണവരൊന്നീ നിങ്ങൾ താഴോട്ട് ഇറങ്ങി ഇനി ദുആ ചെയ്യാൻ പോവാ. ഇത്രയും നേരെ ഇറങ്ങി നിൽക്കാൻ ഞാൻ പറഞ്ഞില്ല. ഇനി ദുആ ചെയ്യാൻ പോവാ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്കൊരു മോതിരം കൂടെ തരുമോ ലാസ്റ്റ് ആയിട്ട്? ഒരു സന്തോഷം. കാരണം അവസാനം നന്നായ രക്ഷപ്പെട്ടു. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനമായി കണ്ടത് സ്വർഗമായിരിക്കണം. മലക്ക് കാണിച്ചു തരും. സിറാജ് ഉസ്താദെ ഇന്ന് തന്നതിന് റബ്ബ് എനിക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഒരു മോതിരം അബു ഒന്ന് പോയ ഒരു മോതിരം ഇൻഷാ അല്ലാഹ്. ഇത്രയും പെണ്ണുങ്ങൾക്കിടയിൽ അല്ലാഹ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും അബു തന്നെ പോയി, ഇല്ലെങ്കിൽ അബു പെണ്ണുപിള്ളേന്ന് വരണം. ഷാജു കച്ചവടത്തിൽ മണിയൻമുക്ക് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ 6666 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്ത് നൽകുമാറാകട്ടെ. മക്കൾക്ക് വേണ്ടിയും മരണപ്പെട്ടു പോയ വാപ്പയ്ക്കും ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഒരു കമ്മല് അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ. മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കണേ. അബ്ദുൽ വഹാബ് പടച്ചവനെ 5000 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരൻ 5000 രൂപ. ത്വാഹിർ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും മകളുടെ അസുഖം മാറുന്നതും മകന്റെ ജോലി സ്ഥിരതയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5000 രൂപ. അതുപോലെ തന്നെ സുറിയ ബീവി മകൾക്കും മരണപ്പെട്ടു പോയ ഭർത്താവിനും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവരുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്തിനാ അബു ഒരു സലാത്ത് പറഞ്ഞേ. ഇത്രയും അവസരം ഒന്നും കൂടെ കിട്ടുമോ? അബു നീ ഓട് അൽഹംദുലില്ലാഹ്. സലാത്ത് പറഞ്ഞേ. സഹോദരിമാരവിടെ യുദ്ധം നടക്കുക. ശൈത്താൻ പറഞ്ഞു കൊടുക്കല്ലേ. അവനോട് പറയുന്നു നീ സ്വർഗം കണ്ടിട്ടില്ലേടാ. അൽഹംദുലില്ലാഹ് ഒന്ന് വന്നു ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് മരണപ്പെട്ടു പോയ വാപ്പയ്ക്കും ഗൾഫിൽ നിൽക്കുന്ന സഹോദരനും കുടുംബത്തിലെ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണമോതിരം അല്ലാഹുവേ. ആ പൊന്നുപങ്ങളുടെ കുടുംബത്തിൽ ആര് മരിച്ചോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ വിദേശത്ത് കഴിയുന്നവരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ മരിക്കുമ്പോ ആ പൊന്നുപങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു പെണ്ണിനെ കൂടെ നീ തിരഞ്ഞെടുക്കണേ റഹ്മാനെ. അബു എന്താ ഒന്ന് നോക്കടാ അബു തരൂടാ. നീക്കരെ ചാടന എന്തിന്? മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കുടുംബത്തിൽ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കബീർ ഉസ്താദ് ഒരു മദ്രസ കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് വർഷങ്ങളോളം പഴക്കമുള്ളൊരു മദ്രസയാണ്, ഇടിഞ്ഞു വീഴാറായിരിക്കാണ് ആ മദ്രസ. അൽഹംദുലില്ലാഹ് ആ മദ്രസ ഒന്ന് പുനർനിർമ്മിക്കണമെന്ന് ഉസ്താദിന് വലിയൊരു ആഗ്രഹമുണ്ട്. അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് വർഷമായി നിങ്ങളൊക്കെ കാണുന്നതാണ് ആ മദ്രസ, വരുന്ന വഴിയിലിരിക്കുന്ന മദ്രസ. ഇത് തന്നെ, ഇത് ഓട് പിടിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. കാരാളി കോണത്തുള്ളവർ മുഴുവനും ഇപ്പോഴൊന്നും കൊടുക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോഴും നാളെയും മറ്റന്നാളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് സമാധാനത്തോടെ ഒരു കൊല്ലത്തിനിടയിൽ കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ 5000 10,000 ഉള്ളത് വെച്ച് അൽഹംദുലില്ലാഹ് നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നതിൽ വെച്ച് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ എന്നും രാവിലെ ഒരു ഫാത്തിഹ ഓതും, 3 സ്വലാത്ത് പറയും എല്ലാ ദിവസവും.
കാരാളിപുരം പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോൾ ഉപകാരപ്പെടുക. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ വലിയ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് 2 വാക്ക് പറയുന്നു. എല്ലാവരും അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് ദുആ നടക്കാൻ അതിനുമ്പ് ഒറ്റ കർമ്മം, അതിൽ ഈ മഹലിലെ മുഴുവൻ ആളുകളും ഉണ്ടാവും. എല്ലാവരും വഹിക്കുന്നവരൊക്കെ വരും. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഒരു അഭിലാഷം നടക്കാൻ പോവാണ്. ആ ഓഡിറ്റോറിയത്തിന് മുമ്പ് ഇരിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് വരും. ആ ഒരു കർമ്മത്തിന് മാത്രം സാക്ഷിയാവും, വേറൊന്നുമില്ല. സമയം 12 മണി. ഇൻഷാ അല്ലാഹ് പിരിവിനല്ല, നിങ്ങൾ അങ്ങനെ വിഷമിക്കണ്ട. എല്ലാവരും ഒന്ന് വരിക. കടയിലിരിക്കുന്നവരൊക്കെ ഒന്നിങ്ങോട്ട് വരും. ധാരാളം ചെറുതും വലുതുമായ സദഖകളുണ്ട്. സുധീർ പണിക്കാപുറം മിനിങ്ങാതെ 10,000 പറഞ്ഞു, ഇന്ന് വീണ്ടും 10,000 പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട വാപ്പാക്ക് വേണ്ടി ഉമ്മാരെ ശരീരസുഖത്തിന് ദുആ ചെയ്യണം. അള്ളാഹു മരണപ്പെട്ട ഉപ്പാക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഉമ്മയ്ക്ക് ശിഫ നൽകട്ടെ. അതോടൊപ്പം ഈ പരിപാടി തുടങ്ങിയ ആദ്യത്തെ ദിവസം ഞാൻ വിളിച്ചപ്പോ തന്നെ ഈ സ്റ്റേജ് ഇത്രയും ദിവസം നമുക്ക് സ്പോൺസർ ചെയ്താണ് ഷാമോൻ. എന്ത് കാര്യം ചോദിച്ചാലും ഷാമോനും അൻസിയും മുമ്പിലുണ്ട്. ഇന്ന് വീണ്ടും 5000 രൂപ കൂടി നൽകിയിട്ടുണ്ട്. അവരെ 2 പേരുടെയും പിതാക്കന്മാർ ഖബറിലാണ്. നമ്മുടെ ഇബ്രാഹിം കുഞ്ഞാണെങ്കിലും മൻസാറാണ്. അള്ളാഹുരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ പിന്തുണയും നൽകിയ ആ ചെറുപ്പക്കാരൻ അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും നൽകണം. കേട്ടും ദുആ ചെയ്തേക്കണേ നമ്മുടെ ഷാമോന്. രണ്ടാമത് ഇന്നത്തെ ചെലവിലേക്ക് സലീം സാഹിബ് കൊല്ലുകോണം 40,000 രൂപ നേരത്തെ അയച്ചു തന്നു. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ മകൾ UK പഠിക്കുകയാണ്. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഭാര്യയുടെ ആഗ്രഹം മദീനയിൽ പോയി മരിക്കണമെന്നാണ്. അള്ളാഹു ഏതാണോ അതിന്റെ വിധി നടപ്പാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാരും വന്നാ ഒന്ന് വരി. ഷാമോൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് ദുആ വേണം ഷാമോൻ? ഇല്ല ഞാൻ ഒരു പറയാം ഉസ്താദേ, ഞാനൊന്ന് പറയാതെ നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ മദ്രസ എനിക്കങ്ങനെ, ഞാൻ അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടില്ല. ഉപക്രമം പിന്നോട് ഉപക്രമവും ഇല്ല. ഒറ്റ വാക്കേ പറയാനുള്ളൂ. എന്നോട് എൻ്റെ അനുജ സഹോദരനാണ് സിറാജുദ്ദീൻ ഖാസി. അദ്ദേഹം എന്നെ എപ്പോഴും എന്നോട് ചോദിക്കും, എന്താ ഉസ്താദെ വാതിലിന് വരാത്തത്? ഞാനൊരു 4 വർഷമായിട്ട് വാതിലില്ല, 5 വർഷമായി. ചെറിയ പരിപാടികൾക്കേ പോകും. ഇപ്പോൾ സംഘാടകനാകാനാണ് ഇഷ്ടം. ഇപ്പം എനിക്ക് ഏറ്റവും തിരക്കുള്ള ടൈം. മന്നാനി വാതിലിന് പോയിട്ട് ഞാൻ പോയില്ല, ഒറ്റ ദിവസം കടുവാപ്പള്ളി മാത്രം പോയി. ഇപ്പം എനിക്ക് സംഘാടകനാകാനാണ് ഇഷ്ടം. ഇതേപോലെ ഒരു ദിവസം കബറടക്കപ്പെടുന്ന നേരത്ത് ഈ നാട്ടിൽ വന്ന് ഇതേലെ നടന്ന് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ മഹലിന് വേണ്ടി ഹംദാൻ മാത്രമല്ല, ഈ മഹലും അതിനേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കും. അത് ഈ വിനീതന്റെ ആഗ്രഹമാണ്. ഇപ്പൊ മനസ്സിലാവും അതിനെന്താ വരാത്തത്. എന്നെ എപ്പോഴും വഴക്ക് പറയും, ഉസ്താദ് എന്താ വാതിന്ന് മാറിയിരിക്കും. സംഘാടകനാകുന്നതും ഒരു വലിയ സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് ഈ മദ്രസ നമുക്ക് പൂർത്തീകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മദ്രസ ഈ ജനുവരിയിൽ തുടക്കം കുറിച്ചു. അടുത്ത റബീഉൽ അവ്വലിൽ ഇതേ സമയത്ത് ആ കാണുന്ന മദ്രസ 1.5 കോടി രൂപ അത് പൂർത്തിയാക്കണം എന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ ഈ ഒരു പരിപാടിയിൽ നമ്മൾ അങ്ങനെ അതിന്റെ ഒരു ഫണ്ട് പിരിവ് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഈ മഹലിനെ സംബന്ധിച്ചോളം മനസ്സിലായിട്ടുണ്ടാവും, മതിലിന്റെ പണി കഴിഞ്ഞ ഉടനെ ചോദിച്ച ഈ സദസ്സിൽ ഇപ്പൊ ഞാൻ നിർത്താൻ പറഞ്ഞില്ലേ, ഇനിയും 10,000 5,000 വരും. അത് ഈ മഹലിന്റെ പ്രത്യേകതയാണ്. ആരെങ്കിലും ഒന്ന് മുമ്പിൽ നിന്ന് കൊടുത്താൽ മതി, ഈ മഹലേറ്റെടുക്കും. സാധാരണക്കാരും മുഴുവനും ഇവരാരും കോടീശ്വരന്മാരില്ല. ആരും ഒരൊറ്റ കോടീശ്വരൻ ഈ മഹലിലില്ല. ഒരാളോട് പോയി 10 ലക്ഷം ചോദിക്കാൻ പറഞ്ഞ ആളില്ല. പക്ഷേ കോടിയേക്കാൾ വലിയ വിശാലത അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എന്നെ വിളിച്ചിട്ട്, ഉസ്താദെ 2 ലക്ഷം രൂപ ഞാൻ മദ്രസക്ക് വേണ്ടി തരാം എന്ന് അദ്ദേഹം ഓഫർ ചെയ്തു. നമ്മുടെ ബഹുമാനനായ സലീം സാഹിബ് ചണ്ണപ്പറമ്പ് അദ്ദേഹം ഈ സദസ്സിലേക്ക് 25,000 ഓഫർ ചെയ്തു. ഇൻഷാ അല്ലാഹ് അതോടൊപ്പം തന്നെ അതുകൊണ്ട് ജമാഅത്തിന്റെ പരിപാലന സമിതി ഇന്നലെ തീരുമാനിച്ചു, ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ആ വലിയ ഒരു മനസ്സുകൊണ്ട് അദ്ദേഹം മദീനയിലാണ്. ആ മദീനയിൽ നിന്ന് കിട്ടിയ മനസ്സുകൊണ്ട് ഫണ്ട് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയുടെ നിർമ്മാണ ഫണ്ട് ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം ചെയ്യണം ഇന്നിവിടെ വെച്ച്. എല്ലാരും വന്നാ ഇനി ഇത് കൂടുതൽ നമുക്ക് എന്താ സന്തോഷം. അദ്ദേഹത്തിന്റെ സലീം സാഹിബിന്റെ ജേട്ടൻ ജലാലുദ്ദീൻ സാഹിബ് ചണ്ണപ്പറമ്പിൽ അദ്ദേഹം ഇവിടെ ഉണ്ട്.
ഞാനൊന്ന് വെറുതെ രാവിലെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്, മാധ്യമക്കാർ പോലും ഇല്ല. ഒന്ന് ഏതായാലും ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരാൾ പോരല്ലോ, ബാങ്ക് വിളിക്കാറായി ഉള്ള സമയം കണ്ട് ജലാലണ്ണന്റെ അടുത്തുനിന്ന് പോയി. അദ്ദേഹം ഉസ്താദെ ഞാൻ 2 ലക്ഷം തരാം. നമ്മളാരും എല്ലാവരും 1.5 കോടിയുടെ മദ്രസ എങ്ങനെ ഉണ്ടാക്കി? ഇപ്പൊ ആത്മവിശ്വാസം കൊണ്ട് തീർച്ചയായും ഇത് പൂർത്തീകരിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിന്റെ ഫണ്ട് ഉദ്ഘാടനം ഇവിടെ വെച്ച് നടത്താൻ പോവാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് കാശ് നന്നായിട്ടും ദുആ ചെയ്തിട്ട് ഈ നിൽക്കുന്ന കുറെ ആളുകളോട് ചോദിക്കണം, ഒരു റൂമിന് 5 ലക്ഷം രൂപയാണ്. നമ്മുടെ മദ്രസയുടെ മൊത്തം എസ്റ്റിമേറ്റ് 1.5 കോടി. ഒരു റൂമിന് 5 ലക്ഷം രൂപയാണ്. വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ പോയിട്ടുണ്ട്, ഇനി നമ്മളൊക്കെ ബാക്കി ഉണ്ടാവും. സഹോദരങ്ങൾ ഒന്നുമില്ല, ചോദിച്ചാൽ മതി, കാസിമെ ചോദിച്ചാൽ മതി, തരും, ഞാൻ ഉറപ്പ്. ഇൻഷാ അല്ലാഹ് ഇവിടെ ദുആ ചെയ്യും. ഒരു റൂമിന് 5 ലക്ഷം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു അതിന് മനസ്സുള്ളവരുണ്ടാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കാസിമേരിക്ക് എന്നെ കൊറോണയുടെ സമയത്ത് വിളിച്ചു. എന്താ സിറാജ്, കാസിമീന്നാണ്, സിറാജ് എന്നൊക്കെ വിളിക്കുമെന്ന് വെറുതെ പറയുന്നതാണ്. മൂത്ത ചേട്ടൻ മുഹീദ്ദീൻ മൗലവി കൊറോണ പിടിച്ച് അത്യാസന്ന നിലയിൽ മെഡിസിറ്റിയിലാണ്. ഡോക്ടർ ഒരു പ്രതീക്ഷയും പറയുന്നില്ല. ഉസ്താദ് കാര്യമായിട്ട് ദുആ ചെയ്യണം. ഒറ്റ കാര്യം ഞാൻ പറയാം, ദുആ ചെയ്യണം. മെഡിസിറ്റിയിൽ കൊറോണയുടെ സമയം ഒരൊറ്റ ബെഡ് കിട്ടൂല. എന്തെങ്കിലും സ്വാധീനം ഉസ്താദിനുണ്ടെങ്കിലും ഒന്ന് വിളിച്ചൊരു റൂം അറേഞ്ച് ചെയ്യും. മരണത്തെ മുഖാമുഖം കാണുന്നത് അല്ലേ? ഡോക്ടർ 1% പോലും പറഞ്ഞു. ഞാൻ മെഡിസിറ്റിയുടെ ചെയർമാനെ വിളിച്ചു, സൂപ്രണ്ട് ഡോക്ടർ ബിലാലിനെ വിളിച്ചു. എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, സൗകര്യം ഒരുക്കണം. ഡോക്ടർ 1% പോലും സാധ്യത പറയാത്ത അദ്ദേഹത്തിന്റെ മൂത്ത ജേട്ടൻ, അളിയൻ പെങ്ങളുടെ ഭർത്താവ്, അളിയന് വേണ്ടിയാണ്, റഫീഖ് അല്ലേ അല്ലേ അങ്ങനല്ലേ? 3 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് ഉസ്താദെ തിരിച്ചു വന്നു. മരിക്കുമെന്ന് ഉറപ്പാക്കിയ തന്റെ പെങ്ങളുടെ ഭർത്താവ് അള്ളാഹു തിരിച്ചു കൊടുത്തു. കഴിഞ്ഞു. ഞാനൊരു മാസങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്യുമ്പോൾ മലപ്പുറത്തേക്ക് പോകുന്ന ആദിക്കാട്ടുകുളങ്ങര പള്ളിയിൽ നിസ്കരിക്കാറ്. ഇദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ ജേട്ടൻ ഫഖറുദ്ദീൻ മൗലവി നിസ്കാരം കഴിഞ്ഞിറങ്ങി എൻ്റെ അടുക്കൽ വന്നിങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചേടാ എന്തിട്ടാടാ, 40 വയസ്സായി. എത്ര വയസ്സായി? 40ആയി. ഞാൻ പറയുന്നത് നീ പെണ്ണ് കേട്ടണ്ട. 40 കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് വരികയാണ്. കല്യാണം കഴിച്ചത് നമ്മുടെ ഇവിടെ അദ്ദേഹം ജോലി ചെയ്തു, നമുക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഖത്തീബായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അസിസ്റ്റന്റ് ഇമാമായി ഏതാണ്ട് 1.5 വർഷം നമ്മുടെ ഈ മഹല്ലിൽ ജോലി ചെയ്തിട്ടുണ്ട് ഫഖറുദ്ദീൻ മൗലവി. ഞാൻ അന്ന് ഇമാമാണ് ഇവിടെ. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, നീ കല്യാണം എന്നാ കഴിക്കുക? ഉസ്താദ് ഇൻഷാ അല്ലാഹ് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ കേൾക്കുന്ന അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ്. ഞാനപ്പോൾ ദുബൈയിലാണ്. സിറാജുദ്ദീൻ മൗലവിയെ വിളിച്ച് എനിക്ക് വരാൻ കഴിയില്ല, നമുക്ക് ദുആ ചെയ്യാം. മരണത്തെ മുഖാമുഖം കൊണ്ട് അദ്ദേഹത്തിന് അളിയൻ തിരിച്ചു വന്നു. പ്രഷറില്ല, ഷുഗറില്ല, ഒന്നുമില്ല. നിസ്കാരത്തിന് ഇമാമത്ത് നിർവഹിച്ചു, അസ്ർ നിസ്കരിച്ചു, ദുആ ചെയ്തു, നെറ്റിത്തടം ഉയർത്തു, ശരീരം കുഴഞ്ഞു, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു. യഥാർത്ഥത്തിൽ ഒരു ഇമാമിനെ ഇത്രയേറെ ആദിക്കാട്ടുകുളങ്ങരക്കാരെ നെഞ്ചിലേറ്റിയത് ഫഖറുദ്ദീൻ കാസിമിയാണ്. ആ നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ പുറകിലുണ്ടായി. ഇത്രയേ ഉള്ളൂ. പണം ഒത്തിരി കൂടിയാലും നമുക്ക് വട്ടുപിടിക്കും. ഒത്തിരി പണമായിട്ട് അവസാനം നമ്മൾ ഇതെന്ത് ചെയ്യുന്നോർത്ത് നമ്മുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത സമയം ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൊടുക്കുക. അദ്ദേഹം ചോദിക്കുമ്പോൾ ഒരു റൂം ചോദിക്കണം കേട്ടോ, അത് പിരിവൊന്നുമില്ല, ഉള്ളവർ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് അപ്പൊ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. നമുക്ക് ആ ഫണ്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്യാം. ഒരു ഇൻഷാ അല്ലാഹ് പറ മനുഷ്യന്മാരെ ഉറക്കെ നിങ്ങളെല്ലാരും ഉണ്ടാവൂലേ? ഉറപ്പ് പറ ഓമി, ഉറക്കെ പറ ഉറപ്പെന്ന്. ചാരിന്ന് അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്കത് തുടങ്ങാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സലീം സാഹിബ് അത് തന്ന് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജലാൽ സാഹിബ് 2 ലക്ഷം പറഞ്ഞുകൊണ്ട് അവർ 2 പേരും കൂടി ആ ഫണ്ട് ഉദ്ഘാടനം ചെയ്യും. ചെയ്ത ഉടനെ ചോദിക്കുമ്പോൾ ഒരു റൂം ചോദിച്ചാലപ്പോ പറയും 5 ലക്ഷം. ഒന്ന് വരി. വീട് നിർമ്മിക്കാനും ഉപ്പായെ ഉമ്മായെ ഹജ്ജിന് കൊണ്ടുപോകാനും ജോലിയിൽ ഖൈറുണ്ടാവാനും കാസർഗോഡ് ചെങ്കളയിൽ നിന്നൊരു സഹോദരൻ ലൈവില് ഉപ്പളയിൽ നിന്ന് 6666 ഈ ലൈവില് പറയുന്ന ആളുകളൊന്നും അവരെ കോണ്ടാക്ട് നമ്പറും കൂടെ വാങ്ങിക്കണം മോനെ, ഇല്ലെങ്കിൽ പിന്നെ ഇത് എന്റെ തലേ വരും ലാസ്റ്റ്. ഇതൊരു മജുഹൂലായിട്ട് എവിടെന്നോ ലൈവില് പറഞ്ഞു. ഈ ആരെങ്കിലും പറഞ്ഞിട്ട് പോയ പിന്നെ അവസാനം അത് എന്റെ തലേ വരും. അത് ചെറുതാണേലും വലുതാണേലും. അപ്പൊ അതുകൊണ്ട് അവരുടെ അഡ്രസ്സും മറ്റുമൊക്കെ ഒന്ന് കമ്മിറ്റി ഏൽപ്പിച്ചേക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇരുവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു റൂം 5 ലക്ഷം രൂപയാണ്. ആരെ പറയാവോ? ഒരു റൂം 5 ലക്ഷം രൂപ. ആരെ പറയാവോ? കൈപൊക്കി ഒന്ന് കൈപൊക്കി. അവൻ 5 ലക്ഷം രൂപ ഇൻഷാല്ലാഹ് കൊടുത്താലോ? പറയട്ടെ. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ. 5 ലക്ഷം രൂപയ്ക്ക് ഒരു റൂം ഇൻഷാല്ലാഹ് നമ്മുടെ ഷാജി മേവറും. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവിധ അർഹമായ പ്രതിഫലവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അതിനുശേഷം ഒറ്റയ്ക്കാണെന്ന് ഒരു വണ്ടി എടുത്ത്, എൻ്റെ വണ്ടിയിൽ ഒരു ചെറിയ വണ്ടി എടുത്ത് ജലാലണ്ണന്റെ അടുക്കൽ നിന്ന് ഷാജിയുടെ വീട്ടിൽ പോയി ഒരു റൂം തരണം. സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ജലാലണ്ണന്റെ വീട്ടിൽ പോയപ്പോൾ ജലാലണ്ണൻ പറഞ്ഞു 1 ലക്ഷം തരാം. ഞാൻ പറഞ്ഞു പോരാ, 2 ലക്ഷം തന്നു. ഒന്നും പറ്റൂല. ഞാൻ 1 ലക്ഷം തരാം. ഞാൻ പറഞ്ഞു ഇല്ല, 2 ലക്ഷം. ജലാലിന്റെ ഭാര്യ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു 25 വർഷം എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അന്ന് മുതൽ ഈ മദ്രസ ഒന്ന് പഠിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് മച്ചാനെ 2 ലക്ഷം കൊടുക്കാൻ. അപ്പൊ ജലാലണ്ണം പറഞ്ഞു ഇൻഷാല്ലാഹ് തരാൻ. ഈ സഹോദരിമാരുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്ന് കരുതുന്നു. അള്ളാഹു അവർക്ക് ഇരുവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. അള്ളാഹു ഒരു സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. കാസിം ഇൻഷാല്ലാഹ് ദുആ ചെയ്യും. അതോടൊപ്പം ഷാജി അണ്ണൻ ഇൻഷാല്ലാഹ് ഒരു റൂം 5 ലക്ഷം രൂപ ഏറ്റിട്ടുണ്ട്. നമ്മുടെ ഷാമോനും അദ്ദേഹത്തിന്റെ ഭാര്യ അൻസിയും കൂടി രണ്ടുപേരും 50,000 വെച്ച് 1 ലക്ഷം. ഖുലു തക്ബീർ. ഒരു ആമീനെങ്കിലും പറ മനുഷ്യന്മാരെ. ഇതുവരെ രണ്ടുപേരും അള്ളാഹു രണ്ടുപേരുടെയും പിതാക്കന്മാരുടെ കബറിടം വിശാലമാക്കട്ടെ. അവരെ മക്കളിൽ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അവരിരുവരുടെയും ഉമ്മമാരെ അള്ളാഹു ആരോഗ്യത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ അദ്ദേഹം പുതുതായി തുടങ്ങിയ കോയാസ് മെറ്റൽ ആൻഡ് സ്റ്റീൽ എന്ന സ്ഥാപനം അള്ളാഹു ഉത്തരോത്തരം പുരോഗതിയിലെത്തിക്കുമാറാകട്ടെ. നമ്മുടെ കായംകുളം ആണ് എൻ്റെ മോൻ അബ്ദുസലാം സാഹിബ്. വെറുതെ ഇതിലെ പോയപ്പോ എന്ന് പറയുന്നു ഫണ്ട് ഉദ്ഘാടനം എന്ത് ചെയ്യും? ഞാൻ ആലോചിച്ചിട്ട് പറയാം, പെങ്ങന്മാരെയൊക്കെ വിളിക്കട്ടെ. അദ്ദേഹമാണ് ഈ മെയിൻ കവാടം നമുക്ക് ആദ്യം പണിത് തന്നത്. ഇപ്പൊ അതിന്റെ റീവർക്കാണ് ചെയ്യപ്പെട്ടത്. 1.25 ലക്ഷം രൂപ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും കൂടി മദ്രസ നിർമ്മാണത്തിന് വേണ്ടി 1.25 ലക്ഷം രൂപ. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. നാമീ പറയും മനുഷ്യന്മാരെ. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ സഹോദരിമാർ ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടം അല്ലാഹു വിശാലമാക്കട്ടെ. കായംകുളം മാമായൊക്കെ എന്നും 5 നേരം പള്ളിയിലുണ്ടായിരുന്നവരാണ്. അവര് സന്തോഷിക്കും, ഉറപ്പാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഒരു മോനുണ്ട്, ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ പൊന്നുമോൻ. അല്ലാഹു പൂർണ്ണമായി സ്വർഗത്തിൽ കാണാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. 1.25 ലക്ഷം രൂപ ഇങ്ങനെ ഇന്ന് ജുമയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു മണിക്കൂർ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസമുണ്ട്, ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. ഇനിയും ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അജാസ് വളവിൽ 50,000 ഉണ്ടാവും. മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ബിസിനസ്സിൽ ബറക്കത്തിന് വേണ്ടി ബറക്കത്തിന് 5,000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. 5,000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പിരിവൊന്നും ഇതിനകത്തില്ല. രണ്ടാമത് അജാസ് വളവിൽ 50,000 അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്ന് ഒരു റൂം ആർക്കെങ്കിലും തരാൻ പറ്റും? 5 ലക്ഷം അല്ലെ 1 ലക്ഷം വരെ പറഞ്ഞാൽ മതി. ഇപ്പോ തരണ്ട, ജനുവരിയിൽ തുടങ്ങി അടുത്ത പൂർത്തിയാക്കുന്നതിന്റെ ഇടയിൽ 2-3 ഘട്ടമായി തന്നാൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകും. ഉസ്താദ് ആരെങ്കിലും ഒരു 5 ലക്ഷം തരുമോ ചോദിക്കണം കേട്ടോ. ഇനി എല്ലാവർക്കും വേണ്ടി കാസിം ഇത് ആച്ചയും ഏറെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ ഒരു മാഷാ അല്ലാഹ് ഗുലാബ് സാർ 1 ലക്ഷം. 1 ലക്ഷമാണ് കേട്ടോ ചോദിക്കണേ. താഴത്തോട്ട് പറയുന്നത് 1 ലക്ഷം. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഖുലു തക്ബീർ, ഖുലു തക്ബീർ, ഖുലു തക്ബീർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉപ്പയുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും ഔദ്യോഗിക ജീവിതത്തിൽ അല്ലാഹു പുരോഗമനവും ബറക്കത്തും ചെയ്യട്ടെ. അല്ലാഹു ആ മക്കളെ ഏറ്റവും നല്ല മക്കളായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ PTA പ്രസിഡന്റാണ്. ഇത് തുടങ്ങിയ ഇതുവരെ ഒരു PTA പ്രസിഡന്റ് പോലെ 24 മണിക്കൂർ നമ്മുടെ കൂടെയാണ്. അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും 1 ലക്ഷം വെച്ച് പറയുന്നെങ്കിൽ പറയാം കേട്ടോ. 1 ലക്ഷം രൂപ താഴോട്ട് പോയാൽ 1.5 കോടി എത്തൂല. ചെറിയതിനൊക്കെ ഞാൻ വീട്ടിൽ വന്നോളാം ഇൻഷാ അല്ലാഹ്.
അള്ളാഹു കബൂലാക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഓഡിറ്റോറിയത്തിൽ വരുന്ന നമ്മുടെ സ്ത്രീകൾ, വഅദിന് വരുന്ന സ്ത്രീകൾ, ഇവരൊക്കെ നിസ്കാരം കളാവും. ആ സ്ത്രീകൾക്ക് ഇവിടെ നിസ്കരിക്കാൻ, യാത്രക്ക് പോകുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ സ്ത്രീകളുടെ ഒരു നിസ്കാര സ്ഥലം നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഹാജി പുന്നമൂട്ടിൽ അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ചു തരാന്ന് ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അദ്ദേഹം നേരത്തെ ഏറ്റതാണ്. ഇവിടെ വരുന്ന മുഴുവൻ സ്ത്രീകൾക്കും ഇനി ഞങ്ങൾക്ക് പേടിക്കേണ്ട, നല്ല നിസ്കാര സ്ഥലം ഉണ്ടാവും, നല്ല ബാത്റൂം ഉണ്ടാകും. ഈ മദ്രസ എന്ന് പറയുന്നത് വെറും ഒരു മദ്രസ മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കാൻ എല്ലാവിധത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന അഭിമാനകരമായ ഒരു മദ്രസ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പണിയണം. അതൊരു വലിയ ആഗ്രഹമാണ്. അള്ളാഹു സബലീകരിച്ചു തരട്ടെ എല്ലാവർക്കും വേണ്ടി. ഈ ഞാൻ കൂടുതൽ പറയുന്നില്ല, തുടക്കം മുതൽ ഇതുവരെ ഓരോ ദിവസം തന്നവരുണ്ട്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആശങ്ക, മതിലിന്റെ ചിരിവ് കണ്ടുകൊണ്ട് പൈസ നഷ്ടത്തിലും. അതുകൊണ്ട് ഞാൻ കുറച്ച് പേരെ വിളിച്ച് കുറച്ച് പൈസ വെച്ചപ്പോൾ എല്ലാവരും തന്നു. സലീമണ്ണ 25,000 തന്നു, ഷാമോൻ 25,000, കൊല്ലുകോണത്തെ സലീം സാഹിബ് 40,000. അള്ളാഹുദിനെ സ്വീകരിക്കട്ടെ. ഏത് കാര്യം, മഹലിന്റെ കാര്യം വന്നാലും അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കും. അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കാസിമി ദുആ ചെയ്യും. കാസിമി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ആരോടെങ്കിലും ഒരു റൂം വാങ്ങിച്ചു ചോദിക്കും, ഞാൻ തരം ഉറപ്പല്ലേ, ധൈര്യമായിട്ട് നിങ്ങൾ ചോദിച്ചോളിയും തരും ഉറപ്പാണ്. ഞാൻ ചോദിക്കും. അതോടൊപ്പം തന്നെ സഹോദരിമാരോട് പറയാൻ ഒറ്റ പദ്ധതി, എൻ്റെ മദ്രസയ്ക്ക് 1 പവൻ എൻ്റെത് 1 വർഷം കൊണ്ട് വരണം. ഇവിടുത്തെ സഹോദരിമാരെല്ലാവരും കൂടി 1 പവന്റെ. ഇനി ജീവിതത്തിലൊരു മദ്രസ നമ്മുടെ തലമുറ ഉണ്ടാക്കില്ല, പള്ളി ഉണ്ടാക്കാൻ നമുക്ക് അവസരമില്ല. നമ്മുടെ ഈ തലമുറയ്ക്ക് മരിക്കുന്നതിനിപ്പുറം ഈ മഹല്ലിൽ എന്ന് സ്ഥായിയായി ഉണ്ടാകുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ അവസരമുണ്ടെങ്കിൽ അത് ഈ മദ്രസ മാത്രമേ ഉള്ളൂ. നാളെ മരിക്കാൻ നേരത്ത് ഇത് തന്നേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അവസരമില്ല. അതുകൊണ്ട് എൻ്റെ മദ്രസയ്ക്ക് 1 പവൻ, ഈ മഹലിലുള്ള പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ 100 പവന്റെ സ്വർണം തരണം 1 വർഷത്തിൻ്റെ. അതെന്താടക്കാതെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പള്ളി ഏറ്റവും വലിയ പള്ളിയാണ്. ആ പള്ളിയിലെ ഇമാമ് മുസ്തഫ ഖുദവി ആക്കോട് എൻ്റെ സുഹൃത്താണ് അല്ലേ. ഞാൻ അവിടെ ഇല്ലായിരുന്നു പോയത്. ഞാൻ ഡേറ്റ് കൊടുത്തിട്ട് മുങ്ങി, ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ 2-ാം തീയതി ഡേറ്റ് കൊടുത്ത് ക്യാൻസൽ ചെയ്ത് ഇദ്ദേഹം പോയി വാത് പറഞ്ഞു. അവിടെ ആ മഹലിലെ പള്ളിയിൽ ഇമാമ് സ്ത്രീകളുടെ ക്ലാസ്സിൽ പറഞ്ഞു, ഈ മഹലിലെ പെണ്ണുങ്ങൾ 300 പവന്റെ സ്വർണം തരണം പള്ളിക്ക്. 300 കൊടുത്ത പെണ്ണുങ്ങൾ, മഹലിലെ പെണ്ണുങ്ങൾ. പിന്നെ നമ്മൾ വെളിയിൽ പോകുന്നല്ലോ, 1 പവന്റെ സ്വർണ്ണം എൻ്റെ മദ്രസയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ ഭരിക്കുന്ന. ഞാൻ പറഞ്ഞില്ലേ, 1 മാസം 4 ലക്ഷം സലാത്തിൽ എന്ന മദ്രസയ്ക്ക് എൻ്റെ 1 പവൻ മാറ്റി വെക്കണം. 100 പവൻ സ്വർണം ഈ മഹലിലെ സ്ത്രീകൾ തരണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എടുത്തു വെച്ചാൽ മതി, നമ്മളൊന്ന് വാങ്ങിച്ചോളാം. അള്ളാഹു സ്വീകരിക്കാം. ഒരു റൂമും കൂടെ വാങ്ങിച്ചു ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഒരു നല്ല മനസ്സുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു തുടക്കത്തിൽ തന്നെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അള്ളാഹു അത് പരിപൂർണമായി അള്ളാഹു പണിയാൻ എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടെ ചെയ്ത 5 ലക്ഷം കൊടുത്തവർ, 2 ലക്ഷം കൊടുത്തവർ, 1.25 ലക്ഷം കൊടുത്തവർ, 1 ലക്ഷം കൊടുത്തവർ, 50,000 രൂപ കൊടുത്തവർ, ഒരു വലിയ മുതൽക്കൂട്ടാടോ. നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കള് നമുക്ക് ദുആ ചെയ്യുമെന്ന് വെച്ചാൽ അള്ളാഹു ആലം. മയ്യത്ത് കൊണ്ടുവന്ന് കാരാളികോണം പള്ളിയിൽ വെച്ചിട്ട് മന്നാനി കയറി നിന്ന് പ്രസംഗിച്ചിട്ട് അവസാനം പറയും, ഈ കിടക്കുന്ന മയ്യത്ത് ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. സത്യത്തിൽ അത് മക്കളല്ലേ പറയേണ്ടത്. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ അൽഹംദുലില്ലാഹ് ആരൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഈ രാവിലെ മദ്രസയിൽ വരും ഒരു ഫാത്തിഹ ഓതിയിട്ടല്ലേ തുടങ്ങണേ. വെള്ളിയാഴ്ച ഒഴിച്ചു ബാക്കി എല്ലാ ദിവസവും ഓതൂല്ലേ. പിരിയണ സമയത്തൊരു 3 സ്വലാത്ത് അൽഹംദുലില്ലാഹ് അത് കിട്ടി എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ഖബറിലേക്ക് എത്തൂല. അതിനേക്കാളും വലിയ എന്ത്? ഇതാണ് ജാരിയായ സദക്ക. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഉസ്താദ് പറഞ്ഞത് 1 പവൻ സ്വർണം ഇൻഷാ അല്ലാഹ് പെങ്ങളെ 9.5 മാസക്കാലം ഗർഭം പോലെ 5 ലക്ഷം ചോദിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പിന്നെ സമാധാനമുള്ളത് ഇൻഷാ അല്ലാഹ് സമാധാനം അൽഹംദുലില്ലാഹ് തുടക്കം അമീറാണ് ഇൻഷാ അല്ലാഹ്. കബീർ ഉസ്താദിന് സത്യത്തിൽ ഞാൻ പറഞ്ഞത്, സത്യത്തിൽ എല്ലാ കാര്യത്തിനും മുൻപന്തി നിൽക്കുമ്പോൾ ജമാഅത്തിന് ഞാൻ എവിടെ പോയാലും പ്രസിഡന്റിനെ ആദ്യം പിടിക്കാറ്. അൽഹംദുലില്ലാഹ് ഈ ജമാഅത്തിന്റെ പ്രസിഡന്റാണ് മഹാനായ കബീർ ഉസ്താദ്. അപ്പൊ ആദ്യം കൊടുക്കേണ്ടത് കബീർ ഉസ്താദല്ലേ? നിങ്ങൾ എന്താ വേണ്ടത്? ആദ്യം പ്രസിഡന്റ് അല്ലേ അപ്പൊ കൊടുക്കണ്ടേ? അപ്പൊ ഇൻഷാ അല്ലാഹ് കബീർ ഉസ്താദിനെ കൊണ്ട് തന്നെ ബർക്കത്തായിട്ട് തുടങ്ങാല്ലേ?
ഇൻഷാ അല്ലാഹ് കബീർ ഉസ്താദിന്റെ വകയായിട്ട് തൻ്റെ ഉപ്പ കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ പോയ ഉപ്പ, അള്ളാഹുവേ ആ ഉപ്പയ്ക്ക് വേണ്ടിയും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, പൊന്നുപോലെ സ്നേഹിക്കുന്ന ഉമ്മയുടെ ജീവന അൽഹംദുലില്ലാഹ് തൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ വകയായിട്ട് ഒരു റൂം കുലു തക്ബീർ 5,01,000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ, ദയാലുവായ റബ്ബേ, അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഉമ്മാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന പൊന്നുമോന അല്ലാഹ്, ഈ മകന് വേണ്ടി അല്ലാഹു കൊടുത്ത ആയുസ് മാറ്റിവെച്ച ഉമ്മയാ അല്ലാഹ്, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, രാവും പകലും അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി കിടന്ന് പരിശ്രമിക്കുന്നതാണ്, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവേ സ്വർഗത്തിലും നീ ജോഡികളാക്കണേ അല്ലാഹ്. പടച്ചവനെ ഉസ്താദിന്റെ പൊന്നുമക്കള് റബ്ബേ ഉപ്പയുടെ പാത പിൻപറ്റുന്ന മക്കളാക്കണേ അല്ലാഹ്. ഉപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഉസ്താദിനെയും കുടുംബത്തെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ ഉസ്താദിന്റെ ജീവൻ ഹംദാനാണ് റബ്ബേ, നിന്റെ ഖുർആനിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് റബ്ബേ. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. എപ്പോഴും മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരിയുണ്ട് റബ്ബേ, മരിച്ചു കിടക്കുമ്പോഴും അതാ മുഖത്ത് നീ നൽകണേ അല്ലാഹ്. കാണുന്നവര് മുഴുവനും പറയണം റബ്ബേ മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന്. ജനങ്ങൾ പറയുന്ന, ജനങ്ങൾ കൊതിക്കുന്ന ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ആ ശബ്ദം നീ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. ദുആഇക്ക് ഇജാബത്ത് നൽകണേ റബ്ബേ. പറയുന്ന വാക്കിൽ നീ അസറ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ ശബ്ദം നീ നിലനിർത്തണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ വകയായിട്ടൊരു റൂം അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി അൽഹംദുലില്ലാഹ് ഇനി നിങ്ങൾക്ക് കൊടുക്കാമല്ലോ. അൽഹംദുലില്ലാഹ് ഷബീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് കാരാളി കോണക്കാരനാണ്. ഉസ്താദെ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നൊരു മദ്രസയല്ലേ. 50,01 രൂപ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഷബീറിന്റെ ദുനിയാവ് ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഷബീറിന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ നീ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ജനുവരിയിൽ തുടങ്ങി അടുത്ത റബീഉൽ അവ്വൽ വരെ ഒരു കൊല്ലമുണ്ട്. ഈ ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് കൊടുത്താൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദാണ് തുടക്കം പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എനിക്ക് 1 പവൻ സ്വർണം അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഉസ്താദെ ഞാൻ പഠിച്ച മദ്രസയ്ക്ക് വേണ്ടി 1 പവൻ സ്വർണം ഇൻഷാ അല്ലാഹ്. ആരാ? ഇത്രയും പേര് ഈ കൂട്ടത്തിലുണ്ട്. ഒരാള് വേണം. അൽഹംദുലില്ലാഹ്. ആരാ? സുബിന സജീബ്. അൽഹംദുലില്ലാഹ് ആദ്യമായിട്ടൊരു സഹോദരി. ആരാണെന്ന് എനിക്കറിയില്ല, അള്ളാഹുവിനറിയാം. പടച്ചവനെ ഇവിടെ ഇല്ല, ഗൾഫിലാണ്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൈ കിടക്കണതിൽ എത്ര പവനുണ്ട് ഉമ്മ? നീ മരിച്ച മക്കൾ എടുക്കും അത്. എന്നാൽ അൽഹംദുലില്ലാഹ് നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും രക്ഷപ്പെടാൻ അതും മതി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ആ പൊന്നു പെങ്ങളുടെ സദക്ക നീ സ്വീകരിക്കണേ പടച്ചവനെ. അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ സ്വർഗ്ഗമല്ലാതെ വേറൊരു പ്രതിഫലവും നീ കൊടുക്കല്ലേ പടച്ചവനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരാപ്പ? അൽഹംദുലില്ലാഹ് 1 പവൻ സ്വർണം ഇൻഷാ അല്ലാഹ് 1 കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി. ആരാ? ഇത്രയും പേര് നിങ്ങൾ ഇരിക്കണം ഇൻഷാ അല്ലാഹ്. ആരാ? ഒരാൾ. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾ വേണം. പെണ്ണുങ്ങൾ, ആണുങ്ങളല്ല പെണ്ണുങ്ങൾ. ആരാപ്പ? ഒന്ന് നോക്കടാ അപ്പൊ ഒന്ന് നോക്കിയാ ഇൻഷാ അല്ലാഹ്. ആരാ? 1 സഹോദരി ഇൻഷാ അല്ലാഹ്. തുടങ്ങിക്കോ. 1 കൊല്ലത്തിനിടയിൽ കൊടുത്താൽ മതി. 3 സ്വലാത്ത് പറഞ്ഞ്. നബിതങ്ങളുടെ മാസമാണ്. നബിതങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരി
അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് കൊതിക്കുന്ന ഒരു പെങ്ങൾ. ഇൻഷാ അല്ലാഹ്. എന്താ അബു നീ ഇക്കരെ നിൽക്കണേ? അക്കരയ്ക്ക് പോടാ ചങ്ങാതി. ഇൻഷാ അല്ലാഹ്. നിസാർ അണ്ണന്റെ വൈഫ് ട്രഷററാണ് അൽഹംദുലില്ലാ ജമാഅത്തിന്റെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഷമീന. അൽഹംദുലില്ലാ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പള്ളിയിലെ ഖാദിമാണ് റബ്ബേ. അല്ലാഹുവേ, ചന്ദനം ചാരിയാല് ചന്ദനം മണക്കുമെന്നാണ് റബ്ബേ. ഷമീന എന്ന സഹോദരി ഒരു പവനം മദ്രസയ്ക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ അല്ലാഹുവേ, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, തന്റെ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി ഒരു പവൻ ഒരു സഹോദരി സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹു കൊടുത്ത ജീവിതം തന്റെ പൊന്നുമകൾക്ക് വേണ്ടി മാറ്റിവെച്ച മാതാപിതാക്കളെ മറക്കാത്ത പൊന്നുമോള് അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മാനെ സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കള് ആ സാധുവിന് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരു സഹോദരി നാലാമതായി ഒരു പവന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. റബീഉൽ അവ്വൽ മാസമാ അല്ലാ, നബിതങ്ങളുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. അവിടത്തെ ശഫാഅത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, 4 പവന. അൽഹംദുലില്ലാ, നവാസിക്കാന്റെ ഭാര്യ. ആണുങ്ങൾ കൂട്ടല്ലേ? ആ ചങ്ങാതി ആടി എഴുന്നേറ്റ് പെണ്ണമ്പിള്ളയ്ക്ക് കൊടുത്താൽ മതി കേട്ടാ. ഇൻഷാ അല്ലാ. അദ്ദേഹം എന്താ നവാസിക്ക ഇൻഷാ അല്ലാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ഒരു പവൻ 5 ഇൻഷാ അല്ലാ. അദ്ദേഹവും ഫസീലാത്തായ സ്വർഗത്തിൽ വിടാൻ കാക്ക തീരുമാനിച്ചിട്ടുണ്ട്. ഫസീലാത്തായ്ക്ക് വേണ്ടിയും ഒരു പവൻ 6 പവനായി കുലൂത്ത് കുബീർ. ഇങ്ങനെ മച്ചാമാര് വിചാരിച്ച നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങനെ വിചാരിച്ച അവര് മാത്രമല്ല, നിങ്ങളും പോണം. അൽഹംദുലില്ലാ. റഹ്മുറഹീമായ റബ്ബേ, ദയാലുവായ അല്ലാഹ്, നവാസിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. അവരെ സ്വർഗത്തിലും ജോഡികളാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരന് തന്റെ ഫസീല എന്ന് പറയുന്ന റബ്ബേ, നീ അമാനത്തായി നൽകിയ ഭാര്യയ്ക്ക് വേണ്ടി ഒരു പവന് സ്വതക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. സ്വർഗത്തിലും നീ ഒരുമിപ്പിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, 6 പേരായി കുലൂത്ത് കുബീർ. ഇൻഷാ അല്ലാഹ്. 7 നല്ല സംഖ്യ. 7 വലിയ മഹത്തുണ്ടെന്ന വൈസ് പ്രസിഡന്റ് പെണ്ണുമ്പിള്ളയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഫിറോസ്ക തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി സബീന സ്വർഗത്തിൽ പോകാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, അവരുടെ മുഖത്തുള്ള സന്തോഷം നീ നിലനിർത്തണേ പടച്ചവനെ. ദുനിയാവ് ആഖിറവും നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. കുടുംബ സമേതം നീ സ്വർഗത്തിൽ എത്തിക്കണേ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, 7 പവന ഇൻഷാ അല്ലാഹ്. ഇനി ദുആ ചെയ്യാലോ.
അല്ലാഹുവേ പടച്ചവനെ ഷംനാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണല്ലോ ഉസ്താദേ, അതുകൊണ്ട് 33,000 രൂപ അല്ലാ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, പേര് പറയേണ്ട ഉസ്താദെ, കമ്മിറ്റിക്കാരനാണ്. 1,01,000 രൂപ. കുലൂ തക്ബീർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ 1,01,000 രൂപ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, കമ്മിറ്റിക്കാരനാണ് റബ്ബേ, നീ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ, നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ ഇത്രയും സമയമായിട്ടും ഈ മജ്ലിസിൽ ഇരിക്കുന്നത് നിന്റെ ദീനിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് റബ്ബേ, കൈവിടല്ലേ അല്ലാ, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും കൊടുക്കല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇനി ഉസ്താദ് പിടിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ പ്രസിഡന്റ് കൊടുത്തു, മിക്കുള്ളവരെ കൂടി സെക്രട്ടറിയും കൂടെ എഴുതി. മുടിയൊക്കെ നരച്ച് കുഴപ്പമൊന്നുമില്ല. എന്തായാലും സെക്രട്ടറി ഭാര്യ എന്തായാലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സെക്രട്ടറി തീരുമാനിച്ചിട്ടുണ്ട്. കൂലു തക്ബീർ. അള്ളാഹുവെ പടച്ചവനെ, ആ മുഖത്ത് കണ്ട സന്തോഷം നീ നിലനിർത്തണേ പടച്ചവനെ. അള്ളാഹുവെ കുടുംബസമേതം അവരെ നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. പടച്ചവനെ ആ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ബിലാലിക നിസാം അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി 1 പവൻ. കുലൂ തക്ബീർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ ഭർത്താക്കന്മാര് തന്റെ ഭാര്യമാരെയും ഞങ്ങൾക്ക് സ്വർഗത്തിൽ വേണമെന്ന നിയത്തോടെ 1 പവൻ സദഖ ചെയ്തിരിക്കുകയാണ്. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, മനസ്സുകൾ അടുപ്പിക്കണേ അല്ലാ, ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അപ്പൊ നിസാമക്കായോ അൽഹംദുലില്ലാഹ് 8 പവൻ, 8 9 പവനായി അൽഹംദുലില്ലാഹ്. ആരപ്പ ഒരാട് കൂടെ അതാ മജീദണ്ണൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊട്ടു പുറകിലാണ്. മദ്രസയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വീടാ സബീന ഇല്ലേ? അൽഹംദുലില്ലാഹ് 10ാമത്തെ ദമ്പതിമാര് സ്വർഗത്തിൽ പോവാ. അവര് ജോഡികളായി 10ാമത്തത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ മദ്രസയുടെ ചാരത്ത് കിടക്കുന്ന സഹോദരനാണ് റബ്ബേ, മജീദ് എന്ന സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവരെ നീ കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. 10 ദമ്പതിമാര് ഇൻഷാ അല്ലാഹ്. എല്ലാരും പോകുന്നു, നീ ഇപ്പൊ മന്നാനിയൊക്കെ പോയിരുന്ന് പല സ്ഥലത്തും പിരിക്കുന്നില്ലേ? ഇൻഷാ അല്ലാഹ് മാഹി മന്നാനി ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ തീരുമാനിച്ചു. കുലൂ തക്ബീർ. എന്താ ഇമാമായത് കണ്ടാണ് പവറില്ലാത്ത ഈ കുലൂ തക്ബീർ. അല്ലാഹുവേ സാധുവ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ തന്റെ പൊന്നാര മക്കളെ നീ സ്വാലിഹീങ്ങളും ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാ. കുടുംബസമേതം നീ സ്വർഗത്തിലെത്തിക്കണേ തമ്പുരാനെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇല്യാസിക്ക 12 ഇത് തോന്നക്കൽ ഉസ്താദ് ഉണ്ടാ. ഇനി മേലാ പറഞ്ഞേക്കരുത് ഭർത്താക്കന്മാർക്ക് സ്നേഹമില്ലെന്ന്. ഇൻഷാ അല്ലാഹ് തോന്നക്കൽ ഉസ്താദ് തന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നമ്മുടെ അയക്കാട് പേരെന്താ? ബദറുസ്സമാൻ. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ 13 പേരായി റബ്ബേ.
അല്ലാഹുവേ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള കൊതി കൊണ്ടാണ് റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. നജീബ് സാഹിബ്, നജീബ്, അൽഹംദുലില്ലാ, നജീബ് ക അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി 14 കുലു തക്ബീർ. അൽഹംദുലില്ലാ. പടച്ചവനെ, ജീവെന്ന് പറയുന്ന സഹോദരൻ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. മദ്രസയുടെ ചാരത്ത് കിടക്കുന്ന കുടുംബമാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഖൈറ് നൽകണേ അല്ലാ. 14 അൽഹംദുലില്ലാ. അബൂ സിറാജ് 50,000 രൂപ. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, 12 മണി കഴിഞ്ഞിട്ടും ആകാശത്ത് നിന്ന് മലക്കുകൾ അത്ഭുതത്തോടെ നോക്കുകയാണ് റബ്ബേ. സിറാജ് എന്ന സഹോദരന് മദ്രസയ്ക്ക് വേണ്ടി 50,000 രൂപ സദഖ ചെയ്തിരിക്കുകയാണ് റബ്ബേ. കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. പടച്ചവനെ, ജബ്ബാർ എന്ന് പറയുന്ന സഹോദരന്റെ ഭാര്യ അജീന റബ്ബേ 15ാമത്തെ കുടുംബമാണ്. സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഷാമോന് റബ്ബേ മാതാവിനും മാതാവിനും വേണ്ടി ദുആ ചെയ്യാൻ 1 പവൻ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. അല്ലാഹുവേ, തന്റെ മാതാപിതാക്കളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ജലീല നാസിർ 17ാമത്തെ സഹോദരിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പടച്ചവനെ, പോകുമ്പോ ഒറ്റയ്ക്ക് പോയാ പോരാ, കുടുംബസമേതം പോകണമല്ലോ. സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. നിന്റെ കാവല് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. 17 പേരായി. അൽഹംദുലില്ലാ. 17 കുടുംബം. പിന്നെ 50,000 ഒക്കെ തന്നത് എന്താ? യൂനുസ്. അൽഹംദുലില്ലാ. പടച്ചവനെ, യൂനുസ് എന്ന സഹോദരൻ തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി 1 പവന് സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. യൂനുസ് നബിയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. 18. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 2 ദമ്പതിമാരൂടെ വേണം. മുജീബ് എന്ന സഹോദരൻ 25,000 രൂപ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ 5,000 രൂപ. ഉമ്മ 10,000 രൂപ. അപ്പൊ എല്ലാരും കൂടെ പോകാൻ തീരുമാനിച്ചു. കുലു തക്ബീർ. അല്ലാഹുവേ, റഹ്മുറഹീമായ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ. അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. അപ്പൊ 19 ഒരാൾക്ക് കൂടെ അവസരം ഉണ്ട് കേട്ടാ. ഒരാള് കൂടെ ഇൻഷാ അല്ലാഹ് ഭാര്യയും ഭർത്താവും കൂടെ പോകാൻ താല്പര്യമില്ല. എന്താ? അൽഹംദുലില്ലാ. സലീമുക്ക. അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവന് 20 ദമ്പതികളായി റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആ ഉയർത്തിയ കയ്യ് മരിക്കുന്ന കാലം വരെ ഒരു മഖ്ലൂക്കിന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ.
അൽഹംദുലില്ലാ 1 പവൻ വെച്ച് 20 പേരായി. പിന്നെ 50,000 അതുപോലെ 1,00,000 പറഞ്ഞവരെ 33,000 പറഞ്ഞവരെ ഞാൻ കൂട്ടിയില്ലെന്നേ ഉള്ളൂ. അൽഹംദുലില്ലാ. അള്ളാഹു അവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. സബീന ഷംനാദ്, അല്ലാഹുവേ പടച്ചവനെ കുരന്തര കരീമണ്ണൻ അല്ലാഹുവേ 50,000 രൂപ സദഖ ചെയ്തിരിക്കുന്നു. ഖൂലൂ തക്ബീർ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ സബീന ഷംനാദ് അല്ലാഹുവേ 33,333 രൂപ പിതാവിനും ഭാര്യ പിതാവിനും തന്റെ പൊന്നുമക്കളെ ഹാഫിളാകാതെ മദ്രസയ്ക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാ. അല്ലാഹുവേ നസീല നാസർ പടച്ചവനെ 5 ഗ്രാം സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഷരീഫ് എന്ന സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സബീനയോടൊപ്പം സ്വർഗത്തിലെത്താൻ 1 പവൻ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, കുടുംബസമേതം അവിടെ എത്തിക്കണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, മനസ്സുകൾ അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ 2 സഹോദരന്മാര് അവരവരുടെ ഭാര്യമാരുമായി സ്വർഗത്തിലെത്താൻ 1 പവൻ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, കുടുംബസമേതം സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അൽഹംദുലില്ലാ. ഇനി ദുആ ചെയ്യാം. ഇനി നിങ്ങൾ ഇരുത്തി ഞങ്ങൾ എന്തെങ്കിലും പറയും. ഇൻഷാ അല്ലാഹ് ഇനി ദുആ ചെയ്യാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ധാരാളം ചെറുതും വലുതുമായ സംഖ്യകൾ ദുആ വസിയത്ത് നൽകിയിട്ടുണ്ട്. സമയം 12:45. എല്ലാ ലിസ്റ്റും വായിക്കണമെങ്കിൽ 1/4 മണിക്കൂർ വേണം. നമ്മുടെ മുറാദുകൾ നമ്മൾ കൊടുത്തൊക്കെ പടച്ചോനറിയാം. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അൽഹംദുലില്ലാ. ഞാൻ വെറുതെ ഒരു 100 പവൻ കൊടുക്കണമെന്ന് നോക്കുമ്പോൾ 25 പവനായി. അപ്പോൾ ബാക്കി 75 കൂടെ പൂർത്തിയാക്കപ്പെടുമെന്ന് ഉറപ്പുണ്ട്. അള്ളാഹുവിനെ നിലനിർത്തി തരട്ടെ. ഒരു സഹോദരി ഭർത്താവിനും മകനും വേണ്ടി ദുആ ചെയ്യാൻ 25,000. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഭർത്താവിനും മകനും അള്ളാഹു സന്തോഷ ജീവിതം നൽകട്ടെ. ഈ തന്ന മുഴുവൻ സഹോദരിമാർക്കും, ഏത് പെണ്ണിനും ജീവിതത്തിൽ എത്ര സങ്കടം ഉണ്ടായാലും ഒരു പ്രതീക്ഷയുണ്ട്. എത്ര ദുഃഖവും എത്ര കണ്ണീരും വന്നാലും എൻ്റെ മക്കൾ വളർന്നു വരുമ്പോൾ എൻ്റെ സങ്കടമൊക്കെ തീരും. ഈ മുഴുവൻ 33 പവന് തന്ന സഹോദരിമാർ സഹോദരങ്ങൾ അവരെ മക്കളെ അള്ളാഹു പ്രതീക്ഷയ്ക്കൊത്ത് വളർത്തി കൊടുക്കട്ടെ. 33ാമത്തെ ആള് പറഞ്ഞ നീ ആ സമയം കളയുന്നില്ല. 33ാമത്തെ എൻ്റെ ഭാര്യ തരും. ആരെ സലീം ഉസ്താദിന്റെ വകയായിട്ടൊരു മോതിരം അള്ളാഹു ആ സഹോദരിക്ക് അള്ളാഹു ശാരീരിക മാനസിക സുഖം നൽകട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. ഇതിന്റെ ബറക്കത്തുള്ള അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അള്ളാഹു എല്ലാവിധ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. 33ാമത്തെ അദ്ദേഹത്തിന് ഉമ്മ കാഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ 2 ജ്യേഷ്ഠന്മാരും എൻ്റെ ഉസ്താദന്മാരാണ്. എൻ്റെ ഉസ്താദിന്റെ ഉമ്മയാണ്. അള്ളാഹു അവർക്ക് കാഫിയത്തും ആരോഗ്യവും നൽകട്ടെ. 33ാമത്തെ എൻ്റെ ഭാര്യ എന്നുള്ളത് വെക്കും. അത് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. അത് എന്നും ദുആ ചെയ്യുന്നു. അപ്പം ദുആ ചെയ്തേ. ഞാൻ ദുആ ചെയ്യാണ്ട് അവള് കൊടുക്കൂല എന്ന് പറഞ്ഞെങ്കിലും അള്ളാഹു തന്ന മക്കളെയൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളും സന്തോഷത്തിലും ആക്കി തരട്ടെ. അവളുടെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു കബറിടം വിശാലമാക്കട്ടെ. അവളുടെ ഉമ്മയുടെ ഉമ്മയും കബറിലാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെയൊക്കെ സാലിഹ്യങ്ങളും സന്താനങ്ങളും നല്ലവരുമാക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. അർഹമുറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ തമ്പുരാനെ.
അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ മജ്‌ലിസിൽ റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. അള്ളാഹുവേ പണവോ അധികാരവോ സ്ഥാനമാനങ്ങളോ വേണ്ട, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാവങ്ങളൊന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു റഹ്മാനെ. ഈ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹജറുൽ അസ്വദ് മുത്തിയ മനുഷ്യനെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിൽ മരണപ്പെട്ടാൽ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല റബ്ബേ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മയ്ക്കും ഞങ്ങളുടെ വാപ്പയ്ക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ല അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. നീ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ. അള്ളാഹുവേ, 100 പേരിൽ കൂടുതൽ മയ്യത്ത് നമസ്കരിക്കുന്ന ഒരു മരണം തരണേ അല്ലാ. അള്ളാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ ഉസ്താദന്മാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടുത്തെ ഖതീബ് പടച്ചവനെ മാഹി മന്നാനി ഉസ്താദ് റബ്ബേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇവിടുത്തെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ മുഅല്ലിമീങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അള്ളാഹുവേ പടച്ചവനെ, കബീർ ഉസ്താദ് റബ്ബേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അപകട മരണങ്ങൾ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബേ, നീ ശബ്ദം നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ പൊന്നുമക്കളെ നീ നല്ല ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാ. പടച്ചവനെ, സ്വർഗത്തിലും നീ അവരെ ജോഡികളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, 1 മണിയായിട്ടും ക്ഷമയോടുകൂടി ഈ മജ്‌ലിസിലിരുന്ന ഈ വാപ്പമാർ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒളുവെടുത്ത് നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജീവിതം, നല്ല ജോലി, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നല്ല ഭാവി നൽകണേ അല്ലാ. വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാനെയും ഉപ്പാനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റഹ്മാനെ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ. ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് വല്ലാതെ പ്രയാസത്തിലാണ്, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി രാപ്പകലുകൾ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് ചെറുപ്പക്കാർ റബ്ബേ, നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അല്ലാഹുവേ, അബൂനെ നീ അനുഗ്രഹിക്കണേ അല്ലാ.
പടച്ചവനെ അവന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. അർഹമുറഹീമായ അല്ലാ, ഇവിടുത്തെ ഹംദാൻ ഫൗണ്ടേഷൻ ആ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ, ഈ നാടിന്റെ ഐശ്വര്യമാക്കണേ അല്ലാ. അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, ഈ മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ചെറുതും വലുതുമായി തന്നവർ ഒരാളെയും നീ മറക്കല്ലേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ചെയ്തതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയോ ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ല. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ യതീമീങ്ങളാക്കല്ല റബ്ബേ. ഞങ്ങൾ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല, ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ അല്ലാ. പടച്ചവനെ, മക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ജീവനാണ്. ഞങ്ങളുടെ മക്കളെ നീ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുന്നിലെത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ മുഴുവനും നീ മരിക്കുമ്പോഴും നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിരാക്കണേ അല്ലാ. പടച്ചവനെ, പ്രവാസികൾ പ്രത്യേകിച്ച് റബ്ബേ, ഈ നാട്ടിലുള്ള പ്രവാസികൾ നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ജോലിയിൽ നീ സ്ഥിരത നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആയ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, എൻ്റെ സഹോദരൻ, എൻ്റെ ഭാര്യ, പിതാവ്, 3 പേരുടെയും ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, എൻ്റെ കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തണേ റഹ്മാനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ റഹ്മാനെ. എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയോ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നീ ഞങ്ങൾ അറഫയുടെ മൈതാനത്തെത്തിക്കണേ അല്ലാ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ റഹ്മാനെ. സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ, എൻ്റെ കൂടെ വന്ന 2 സഹോദരങ്ങൾ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, സുൽഫിയും മസറും 2 പേർക്കും നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ ദുആ നീ അവസാന ദുആക്കല്ല റബ്ബേ. ഈ മജ്ലിസ് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. ഈ രാത്രി ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളുടെ എല്ലാവരുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തുക. ഞാനും ദുആ ചെയ്യാം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.